ഹായ് ഹലോ വെൽക്കം ടു സൈലം PSC യൂട്യൂബ് ചാനൽ. നമ്മൾ ടർബോ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണഘടനയിൽ നിന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഭിജിത്ത് അഡോനി എന്നാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ പല ക്ലാസ്സുകളായിട്ട് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അഞ്ചാമത്തെ ക്ലാസ്സാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു സീരീസിൽ. അപ്പോൾ ടർബോ 12 സീരീസിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ ടോപ്പിക്സ് നിന്ന് മേജറായിട്ട് വരുന്ന നമ്മുടെ PSC എക്സാമുകൾക്ക് 10th ലെവലിലൊക്കെ ചോദിക്കാറുള്ള മേജർ ടോപ്പിക്കിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്ത് ക്ലാസ് ആയിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ഭരണഘടനയിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഭരണഘടനയിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക് ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, എല്ലാ PSC എക്സാമിനും, PSC എന്നല്ല, നമ്മുടെ മത്സര പരീക്ഷകളിൽ ഏത് ലെവൽ ഓഫ് എക്സാമുകൾ എടുത്തു കഴിഞ്ഞാൽ അത് UPSC ആയിക്കോട്ടെ, ഏത് എക്സാം ആയാലും അതിലൊക്കെ നിർബന്ധമായിട്ടും ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണ് മൗലിക അവകാശങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിനകത്ത് നമ്മുടെ ക്ലാസ്സിനകത്ത് എടുക്കാൻ പോകുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് അതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മൗലിക അവകാശങ്ങൾ എന്താണോ ഭരണഘടനയിൽ പറയുന്നത് എന്നതിനെ ഉദ്ദേശിച്ചല്ല. എന്താണ് ഭരണഘടനയെക്കുറിച്ച്, മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് അതിനെ അടിസ്ഥാനമാക്കിയല്ല നമ്മുടെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അതിന് പകരമായിട്ട് എനിക്ക് അറിയുന്ന മൗലികാവകാശങ്ങൾ പറയുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ, അതായത് പുതിയതായിട്ട് മാറി വന്നിരിക്കുന്ന SCERT ടെക്സ്റ്റ് ബുക്കിലോ പുതിയതായിട്ട് 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റ് ബുക്കിലേക്ക് മൗലികാവകാശങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പം റീസെൻ്റ്ലി നടക്കുന്ന എക്സാമുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇവർ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് SCERT NCERT കണ്ടന്റിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തുല്യതാ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. അതായത് 10ാം ക്ലാസ് +1 തുല്യതാ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അപ്പോൾ ആ 4 ടെക്സ്റ്റ് ബുക്കുകളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മൗലികാവകാശങ്ങൾ, എന്തൊക്കെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്നതിനെ ബേസാക്കിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? കാര്യം ക്ലിയർ ആണ്. അപ്പം നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ടർബോ 12 സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 10 ചോദ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാമിന് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കുക. ഇവിടെ ഈ ഒരു ടർബോ 12 സീരീസിന് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ഈ എക്സാമിന് മാത്രമല്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ PSC എക്സാമിനും 1-2 മാർക്കിന് ഈ ഒരു കണ്ടന്റിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, നല്ല രീതിയിൽ പഠിച്ചെടുക്കാം. ക്ലിയർ ആണ്? അപ്പോൾ ഞാൻ പറഞ്ഞു 3-4 ടോപ്പിക് അല്ലെങ്കിൽ 3-4 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ഒരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പുതിയതായിട്ട് മാറി ഒരുപാട് ടെക്സ്റ്റുകൾ മാറിയില്ലേ, അതിൽ 9ാം ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്ററായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ആ ഒരു ടോപ്പിക്കിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ് തുല്യതാ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞൊരു 8ാമത്തെ അധ്യായമുണ്ട്. അതിലും ഈ പറഞ്ഞിരിക്കുന്ന മൗലികാവകാശങ്ങളെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ +1 തുല്യതാ ടെക്സ്റ്റ് ബുക്കിനകത്തും പറയുന്നുണ്ട് ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നാലോ. എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ആദ്യം എങ്ങനെയാണ് നമ്മുടെ പുതിയ 9ാം ക്ലാസ് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എങ്ങനെയാണ് ഈ അവകാശങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നാൾ വഴികൾ പറയുന്നുണ്ട്. മൗലികാവകാശങ്ങൾ എങ്ങനെയാണ് ലോകത്തിൻ്റെ ചരിത്രത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിങ്ങനെ ഒരു ടൈം ലൈൻ പോലെ തന്നെ ഇവർ അതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. മൗലികാവകാശങ്ങളുടെ നാൾ വഴി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ആദ്യമായിട്ട് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? മാഗ്ന കാർട്ടയെ കുറിച്ചാണ് അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ടാവും മാഗ്ന കാർട്ട നമ്മുടെ ബ്രിട്ടനിൽ ജോൺ രാജാവിനെ അവിടുത്തെ കർഷകരൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒപ്പുപിടിച്ച ഒരു പൗര അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു രേഖയായിരുന്നു മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഈ മൗലികാവകാശങ്ങളിലേക്ക് എത്തപ്പെടുന്നതാണ് എന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് അതുപോലെ പറയുകയാണ്. അപ്പോൾ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് 1215, അതായത് 1215 ബ്രിട്ടനിൽ കൊണ്ടുവന്ന ജോൺ രാജാവ് ഒപ്പുവെച്ചിരുന്ന ഒരു രേഖയാണ് ഇത് മാഗ്ന കാർട്ട. പൗരാവകാശങ്ങളെയും
സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ. അങ്ങനെ അതേ ആ രേഖ ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, അത് മാഗ്ന കാർട്ടയാണ്. അത് വന്നിരിക്കുന്നത് 1215 അല്ലേ, 1215 ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. അത് കഴിഞ്ഞ് നേരെ വന്നിരിക്കുന്നത് എവിടേക്കാണ്? അമേരിക്കൻ അവകാശ പത്രികയിലേക്കാണ്. അമേരിക്കൻ അവകാശ പത്രിക നമ്മൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടന എന്നാണ് അല്ലേ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ മൗലികാവകാശങ്ങൾ കടമെടുക്കുന്നത്. അപ്പോൾ ആ മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിലേക്ക് വരുന്നത് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയ 1789 കാലഘട്ടത്തിൽ ആ ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് ലളിതമായിട്ട് എഴുതി വെക്കപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയിൽ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു പത്രിക ഉണ്ടായിരുന്നു, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന. ആ പത്രികയിലാണ് കൃത്യമായിട്ട് ഭരണഘടനയിലേക്ക് പിന്നീട് ഇത് എന്ത് ചെയ്യപ്പെടുന്നത്, ആഡ് ചെയ്യപ്പെടുന്നത്. ആദ്യം മാഗ്ന കാർട്ടയിലാണ് ഈ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അത് പിന്നീട് ഒരു ഭരണഘടനാ രീതിയിലേക്ക് വന്നപ്പോൾ അത് അമേരിക്കൻ ഭരണഘടനയിലേക്ക് അവകാശ പത്രിക എന്ന പേരിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് 1789. അതേ കാലഘട്ടത്തിൽ ഈ 1789 കാലഘട്ടത്തിൽ തന്നെ ഇതിന് സമാന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ആ ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ച് അവിടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ആ മനുഷ്യാവകാശ പ്രഖ്യാപനവും ഈ പറഞ്ഞിരിക്കുന്ന മൗലിക അവകാശങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള ഒരു കാരണമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇതൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്കിലാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 തന്നെയാണ്. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനമെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് 1948 ആയപ്പോഴേക്കും നമ്മുടെ UN ഐക്യരാഷ്ട്രസഭയിനകത്ത് 1948 ഡിസംബർ 10 ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നിരുന്നു. ഡിസംബർ 10. അതുകൊണ്ട് നമ്മുടെ ലോകത്തിലെ മനുഷ്യാവകാശ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ടല്ലേ ഡിസംബർ 10. അപ്പോൾ ആ ഡിസംബർ 10 അവിടെ ഒരു പ്രഖ്യാപനം നടന്നിരുന്നു. എല്ലാ അംഗരാജ്യങ്ങളും, ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പാക്കുന്നതിനായിട്ട്, മനുഷ്യാവകാശം നടപ്പാക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അത് 48 ഡിസംബർ 10 ഓർത്തിരിക്കാം. ആ ഡിസംബർ 10 ആണ് നമ്മുടെ ഇന്ത്യയിൽ ലോകത്തിൽ എന്തായിട്ട് ആചരിക്കുന്നത്, ലോകത്തിൽ നമ്മുടെ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ ഒരു ഇന്ത്യക്കാരി ഉണ്ടായിരുന്നു അല്ലേ, ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള UN ഐക്യരാഷ്ട്രസഭയുടെ അവിടെ ഡെലിഗേറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത വനിത ഉണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ആരാ? ഹൻസ ജീവാറായ് മെഹ്ത്ത അല്ലേ. ഹൻസ ജീവാറായ് മെഹ്ത്ത എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന വനിത അല്ലേ. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. അപ്പം ഇതൊക്കെ എവിടെ പറയുന്നതാണ്? ആ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നാൾ വഴിയാണ് പറഞ്ഞിരിക്കുന്നത്. മാഗ്ന കാർട്ടയിലൂടെ ആദ്യം പറഞ്ഞു വെച്ചു. അത് പിന്നീട് ആദ്യമായിട്ടൊരു ലിഖിത ഭരണഘടനയായി വന്ന അമേരിക്കൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു. അത് അതേ സമയത്ത് നടന്നുകൊണ്ടിരുന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നിരുന്നു. പിന്നീട് ഐക്യരാഷ്ട്രസഭയൊക്കെ രൂപീകരിച്ച ശേഷം 1948 ഡിസംബർ 10 ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിരുന്നു. എല്ലാ രാജ്യങ്ങളിലും ഈ പറഞ്ഞിരിക്കുന്ന മനുഷ്യാവകാശം ഉണ്ടായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടന്നിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് എന്ത് അടിയപ്പെടുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന മൗലിക അവകാശങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെയാണ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇവിടെ കൂടുതലായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ലോകത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ്. ആ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് എന്തെല്ലാം പറയുന്നു എന്ന് ഇതേ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി ഈസി, നമ്മൾ ഭരണഘടനയിൽ കുറച്ചുകൂടി ഹാർഡ് ആയിട്ടാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്. എന്നാൽ ഇത് സ്കൂൾ ടെക്സ്റ്റുകളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത് പഠിക്കുന്നത് കുട്ടികളാണല്ലോ. അപ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലാവത്തക്ക രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് എളുപ്പമാക്കി മാറ്റിയിട്ടുണ്ട്. ആ ഒരു ഭാഷയിലേക്ക് ഇതുവരെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ആര് ചോദിക്കുന്നത്, PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ ടോപ്പിക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന PSC റീസെൻ്റ്ലി ചോദിച്ച ചോദ്യങ്ങളും കൂടി കാണിച്ചു തരും. ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ഇടുന്നത്. അല്ലാണ്ട് ഭരണഘടന നോക്കിയിട്ടല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭരണഘടനയെക്കുറിച്ച് എന്തെല്ലാം പറയുന്നു എന്ന് നോക്കിയിട്ടാണ് ഇപ്പം റീസെൻ്റ്ലി PSC ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മൗലികാവകാശങ്ങളിൽ നിന്ന്
എന്തെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കി. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാ കണ്ടന്റും ഒന്നും വായിച്ചു പോകണ്ട, നമുക്ക് പെട്ടെന്ന് സമയം കുറവായതുകൊണ്ട് തന്നെ ഞാനിത് ഓർഡർ ചെയ്തിട്ട് അതിൽ കൂടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പറയുകയാണ് എന്താണ് ഒരു ഭരണഘടനയിലുള്ള മൗലികാവകാശങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, ഇത് തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടന ഉറപ്പ് നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ, ജുഡീഷ്യറി നീതിന്യായ വിഭാഗം സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്നാണ് തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെയാണ്. ഇപ്പം ഭരണഘടന ഉറപ്പ് നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നത്, ജുഡീഷ്യറി സുപ്രീം കോടതിയല്ലേ സംരക്ഷിക്കുന്നത് അല്ലേ? അപ്പം ഒറിജിനലി ഭരണഘടനയാണ് സംരക്ഷകനായിട്ടുള്ളതെങ്കിലും അത് സംരക്ഷിക്കുന്നത് ആരിലൂടെയാണ്? സുപ്രീം കോടതിയിലൂടെയാണ്, കോടതികളിലൂടെയാണ്. ഓക്കെ, അത് പറയുന്നതാണ് ഇവിടെ. ഭരണഘടന ഉറപ്പ് നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. ക്ലിയർ അല്ലേ? മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? അത് സുപ്രീം കോടതി അല്ലേ? ഓക്കെ, അത് ഓർമ്മയുണ്ടല്ലോ. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന അടുത്തൊരു പോയിന്റ് നോക്കിയേ. മൗലികാവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായി ഇന്ത്യയിൽ നിർദ്ദേശിച്ചത് 1928 നെഹ്റു കമ്മിറ്റി ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കാലത്തോളം നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? അവകാശങ്ങളില്ലായ്മ കൂടിയാണ്. അപ്പോൾ ആ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിൽ നമുക്ക് അവകാശങ്ങൾ വേണമെന്ന് ഔദ്യോഗികമായിട്ട് ഒരു പ്രഖ്യാപനം, ഒരു നിർദ്ദേശം, നമുക്ക് മൗലികാവകാശങ്ങൾ വേണമെന്ന് നിർദ്ദേശം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് 1928 മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കൂടിയിട്ടുള്ള ഏത് കമ്മിറ്റിയായിരുന്നു? നെഹ്റു കമ്മിറ്റി ആയിരുന്നു. അപ്പോൾ ആ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടൊക്കെയാണ് ആദ്യമായിട്ട് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പ്രമേയമെന്ന് നമ്മൾ കണക്കാക്കുന്നത്. ക്ലിയർ ആണ്? മൗലികാവകാശ പ്രമേയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന മോത്തിലാൽ നെഹ്റു ആണ്, നെഹ്റു കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, അത് ഏത് വർഷമാണ് ഇവിടെ പറയുന്നത്? 1928 ഓർത്തിരിക്കണം. ഇനി അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൗലികാവകാശങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങളെന്ന് നോക്കുകയും, ഗവൺമെന്റിന്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റു സ്വകാര്യ പൗരന്മാരുടെ അവകാശ നിഷേധങ്ങളിൽ നിന്നും വ്യക്തികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സംരക്ഷിക്കുക. അപ്പം വ്യക്തികളെ, ഒരു പൗരനെ മാത്രമല്ല, ആ പൗരന്മാരുടെ ഇടയിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടി എന്ത് കൊടുക്കണം? സംരക്ഷണം കൊടുക്കണം. എന്തിൽ നിന്ന്? ഏതെങ്കിലും ഗവൺമെന്റുകൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നല്ല, ഗവൺമെന്റിന്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും. ഇവന്മാരെന്താണ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുമ്പോൾ ഈ ഏകാധിപത്യം അങ്ങോട്ട് ഒഴിവാക്കും. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഏകാധിപത്യം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം തന്നെ മാറി. മനസ്സിലായോ? അപ്പം ലക്ഷ്യമെന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റു സ്വകാര്യ പൗരന്മാരുടെ അവകാശ നിഷേധങ്ങളിൽ നിന്നും, ഗവൺമെന്റിന്റെ മാത്രമല്ല ഏതെങ്കിലും പ്രൈവറ്റ് പേഴ്സൺ, സ്വകാര്യ വ്യക്തികൾ ആർക്കെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വ്യക്തികളെയും, സാധാ വ്യക്തികളെയും, സിറ്റിസൺസിനെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ മൗലികാവകാശങ്ങളുടെ ലക്ഷ്യമായിട്ട് നമ്മുടെ ഭരണഘടനയിലേക്ക് ഈ അവകാശങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ലക്ഷ്യം വെച്ചതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? പൗരന്മാരുടെ വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തുക. പൗരന്മാരുടെ വ്യക്തിത്വ വികസനം. ഒരു വ്യക്തി, ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, എനിക്ക് എൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വികസനം എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് കിട്ടുക. അത് മാത്രമല്ല, ഒരുപാടില്ല, വിദ്യാഭ്യാസം, അങ്ങനത്തെ ഒരുപാട് കണ്ടന്റുകൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം എന്ത് ചെയ്യുന്നത്? ഉയർന്നു വരുന്നത്. അപ്പോൾ ആ ഒരാളെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തിത്വ വികാസം ഉണ്ടാവണമെങ്കിൽ അയാൾക്ക് എന്തുണ്ടായിരിക്കണം? മൗലികാവകാശങ്ങൾ ലഭിച്ചിരിക്കണം. അപ്പോൾ അതുകൂടി എന്താണ്? ഈ മൗലികാവകാശങ്ങൾ ഭരണഘടനയിലേക്ക് കൂടിച്ചേർക്കുന്നതിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നു. ക്ലിയർ ആണ്? അപ്പം പൗരന്മാരുടെ വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തണം, ജനാധിപത്യ വിജയം ഉറപ്പുവരുത്തുക. ജനങ്ങൾക്ക് കൂടുതൽ എന്താണ്? നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉറപ്പുവരുത്തിക്കൊണ്ട് ജനാധിപത്യം എന്ത് ചെയ്യുക? അതിൻ്റെ വിജയം നമ്മൾ ഉറപ്പുവരുത്തുക എന്നൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മൗലികാവകാശങ്ങളുടെ ലക്ഷ്യമായി കണ്ടത് എന്ന് തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു. ശ്രദ്ധിക്കണം. പിന്നീട് ഇവിടെ എന്താ പറയുന്നത് നോക്കി, ഭരണഘടനയുടെ 3-ാം ഭാഗത്ത്, അപ്പോൾ ഏത് ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്? ഭരണഘടനയുടെ 3-ാം ഭാഗമാണ്. 12 മുതൽ 35 വരെ, 12 മുതൽ 35 വരെ ആർട്ടിക്കിളിൽ, 12 മുതൽ 35 വരെ ആർട്ടിക്കിളിലാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ക്ലിയർ ആണ്? ഭരണഘടനയിൽ 6 മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. 6 മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിലുള്ളത്. ക്ലിയർ ആണ്? ആദ്യം 7 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ 1 ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയത് സ്വത്തവകാശമാണ്. നമ്മൾ അങ്ങോട്ട് വരും. അപ്പോൾ നിലവിൽ ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ, തുല്യതാ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുമ്പോൾ പറയുന്നത്. അതിൽ ഓരോ പോയിന്റും അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക.
മനസ്സിലായോ? ഓരോ പോയിന്റ് നോട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വായനാ രീതിയിലേക്ക് പോകുന്നത്. അല്ലാതെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്താണ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ വൈസ് പറയുന്നതിനേക്കാൾ കൂടുതൽ ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് റിലേറ്റ് ചെയ്താണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടോപ്പിക്, ഓക്കെ, ഈ ഒരു സെക്ഷനിൽ. ക്ലിയർ ആണ്? അത് വളരെ വളരെ ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, then അടുത്ത് നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ ടെക്സ്റ്റ് ബുക്കിലും ചിലപ്പോൾ ഓരോ രീതിയിലുള്ള നിർവചനമായിരിക്കും കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മേക്കേഴ്സ് ഏത് പുസ്തകമാണ് നോക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ തുല്യതാ ടെക്സ്റ്റ് മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലുള്ളത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാന്നൊക്കെ തോന്നിയേക്കാം. അവിടെ എന്താ പറയുന്നത്? ഭരണഘടന ഉറപ്പ് നൽകുന്നതും ജുഡീഷ്യറിയാൽ സംരക്ഷിക്കുന്നതുമാണെന്നാണ് തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, മൗലികാവകാശങ്ങൾ എന്നാൽ അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 8ാം ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, രാജ്യത്തെ പരമോന്നത നിയമമായ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി എല്ലാ ജനങ്ങൾക്കും തുല്യ നിലയിൽ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അപ്പം നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനയിൽ പറയുന്നതും, അതല്ല ഉദ്ദേശിച്ചത്, രാജ്യത്തിന്റെ പരമോന്നത നിയമമായ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഭരണഘടനയിൽ പറയുന്നതും എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും തുല്യ നിലയിൽ ഉറപ്പാക്കുന്ന അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. അത് വേറെ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ഇവന്മാർ തരും. ക്ലിയർ ആണ്? അപ്പോൾ ഇങ്ങനെയാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? കൺഫ്യൂസ്ഡ് അല്ലല്ലോ? ഓക്കെ, ദെൻ നോക്കിക്കേ, ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മൗലികാവകാശങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇത് NCERT പറയുന്ന കാര്യങ്ങളാണ്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും രാജ്യത്തെ ഭരണഘടനയാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ പെട്ടെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നമ്മളെ സംബന്ധിച്ച് സംരക്ഷിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് സുപ്രീം കോടതി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് ഭരണഘടന എന്ന് കാണുമ്പോൾ അതല്ലല്ലോ സുപ്രീം കോടതി അല്ലേ എന്നൊക്കെ തോന്നാം. എന്നാൽ സുപ്രീം കോടതി അത് ഏൽപ്പിക്കുന്നത് ആരാ? അത് ഭരണഘടന തന്നെയാണ്. മനസ്സിലായോ? ഭരണഘടന തന്നെയാണ് സുപ്രീം കോടതി ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അത് ബേസിക്കലി ആര് തന്നെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഭരണഘടന തന്നെയാണ്. ക്ലിയർ ആണ്? മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും രാജ്യത്തെ ഭരണഘടനയാണെന്നാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അവിടെ വേറെ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. മൗലികാവകാശങ്ങളുടെ ഭേദഗതിക്ക് ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധ്യമാകൂ. മൗലികാവകാശങ്ങളുടെ ഭേദഗതിക്ക്, അതായത് മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയേ സാധ്യമാകുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് അധികാരം ആർക്കായിരിക്കും? ഭരണഘടനാ ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെന്റിനാണ്. അപ്പോൾ ഭരണഘടനയിൽ മാറ്റം വരുത്തണമെങ്കിൽ അധികാരം ആർക്കാണുള്ളത്? പാർലമെന്റിനാണ്. അത് കിട്ടാൻ കാരണമായ ഒരു ഭേദഗതി ഉണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ഓർത്തിരിക്കുക. 24th അമെൻമെന്റ് 1971 24ാം ഭേദഗതിയിലൂടെയാണ് പാർലമെന്റിന് മൗലികാവകാശങ്ങളിൽ ഭേദഗതി ചെയ്യാനുള്ള അധികാരം കിട്ടിയത്. ഓക്കെ, അത് എക്സ്ട്രാ കണ്ടന്റ് ആണ്, നമ്മൾ അവിടേക്ക് പോകുന്നില്ല, ടെക്സ്റ്റ് ഓറിയന്റഡ് ആണ്. എന്നാൽ ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ എന്താണ്? ഭരണഘടനാ ഭേദഗതിയിലൂടെ സാധ്യമാകുള്ളൂ. അത് പറ്റുന്ന ആർക്കും മാത്രമാണ്? പാർലമെന്റിന് മാത്രമാണ്. പാർലമെന്റിന് അങ്ങനെ ഒരു അധികാരം കിട്ടിയിരിക്കുന്നത് 24ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ക്ലിയർ ആണ്? ഓക്കെ, ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പൗരന്മാർക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ്. അപ്പോൾ അത്തരം ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ ഒരു ഗവൺമെന്റിന്റെ ഘടകവും എന്ത് ചെയ്യാൻ പാടില്ല? പ്രവർത്തിക്കാൻ പാടില്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നേക്കാം. ദെൻ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവയെ സംരക്ഷിക്കുവാനുള്ള അധികാരവും ഉത്തരവാദിത്വവും നീതിന്യായ വിഭാഗത്തിനുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ മൗലികാവകാശങ്ങൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആരോട് സമീപിക്കാറുണ്ട്? സുപ്രീം കോടതി, ഹൈക്കോടതി ഒക്കെ സമീപിക്കാറുണ്ട്. റിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. കാരണം നമുക്കിത് മൗലികാവകാശങ്ങൾ എന്തിലൂടെ നേടിയെടുക്കാം? കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ന്യായവാദാർഹമാണ്, ജസ്റ്റിഷ്യബിൾ ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമായതുകൊണ്ട് കോടതിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് മൗലികാവകാശങ്ങൾ നിഷേധിച്ചാൽ നിങ്ങൾക്ക് കോടതിയിലൂടെ അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണ്? ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലഘുരൂപം എന്താണ് ഇവിടുന്ന് മൗലികാവകാശങ്ങൾ എന്നുള്ളത് നിങ്ങൾ ബേസിക് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട 1-2 കണ്ടന്റ് നിങ്ങൾ അല്ലാതെ അറിഞ്ഞിരിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടന്റാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കണ്ടന്റാണ് മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതെന്താണ്? ന്യായവാദാർഹമാണ് അല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള അവകാശങ്ങളാണ് ഇത് മൗലികാവകാശങ്ങൾ. ഓക്കെ, ഇത് സമ്പൂർണ്ണമല്ല. ക്ലിയർ ആണ്? അനിയന്ത്രിതവുമല്ല. ഇത് ഇങ്ങനെ ഒരു വേർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അനിയന്ത്രിതമല്ല. എന്താണ് ഈ അനിയന്ത്രിതമല്ല എന്ന് പറഞ്ഞാൽ? നിയന്ത്രിതം എന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രിക്കാൻ പറ്റുന്നത്. നിയന്ത്രിതമല്ല എന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രിക്കാൻ പറ്റാത്തത്. അനിയന്ത്രിതം എന്ന് പറഞ്ഞാൽ എന്താ?
നിയന്ത്രിക്കാൻ പറ്റാത്തത് അല്ല, അതിൻ്റെ അർത്ഥം നിയന്ത്രിക്കാൻ പറ്റുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ കൊടുത്താൽ പോരെ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ വേർഡല്ല, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് ആ വേർഡ് കൊടുത്തിരിക്കുന്നത്. എക്സാമിന് ഇവന്മാർ ഇതേ വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചോ. അപ്പോൾ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമല്ല എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെന്നാണ് അർത്ഥം. നിയന്ത്രണങ്ങൾ വിധേയമാണ്, സമ്പൂർണ്ണമല്ല. അതെന്തല്ല, സമ്പൂർണ്ണമല്ല. നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ, നമുക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് ഭരണഘടനയിലൂടെ മൗലികാവകാശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതിനകത്ത് എന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾക്ക് അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടല്ലേ മൗലികാവകാശങ്ങളിൽ എന്ന് കരുതിയിട്ട് നമുക്ക് എന്തും അഭിപ്രായം പറയാൻ പറ്റുമോ? ഇല്ല. അതിനെന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് സമ്പൂർണ്ണമല്ല, അനിയന്ത്രിതമല്ല. ക്ലിയർ ആണ്. ദെൻ പാർലമെന്റിനാണ് ഭേദഗതി ചെയ്യാനാവുന്നത്. പാർലമെന്റിന് എന്ത് ചെയ്യാം, ഭേദഗതി ചെയ്യാം. ഞാൻ പറഞ്ഞു ആ അധികാരം കിട്ടിയത് 24ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നെഗറ്റീവ് പോസിറ്റീവ് സ്വഭാവത്തിലുണ്ട് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് സ്വഭാവത്തിലുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾ അത് മനസ്സിലാവണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ, ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം ഭരണഘടന പൗരന്മാരോടല്ല പറയുന്നത്. പൗരന്മാരോടല്ല നിങ്ങൾക്ക് ഈ അവകാശങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. ഇത് ഭരണഘടന പറയുന്നത് സ്റ്റേറ്റിനോടാണ്. സ്റ്റേറ്റിനോട് ഭരണഘടന പറയുകയാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങളൊക്കെ പൗരന്മാർക്ക് ലഭ്യമാക്കണം എന്നാണ് ഭരണഘടന പറയുന്നത്. അപ്പം ഭരണഘടന ഇത് പറയുന്ന ആരോടാണ്, സ്റ്റേറ്റിനോടാണ്. അപ്പോൾ ആ സ്റ്റേറ്റിനോട് ചില അവകാശങ്ങൾ പറയുന്ന സമയത്ത് ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭരണഘടന വിലക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. മനസ്സിലായോ? ചില കാര്യങ്ങൾ ചെയ്യരുത്, മനസ്സിലായോ? ചില കാര്യങ്ങൾ നിങ്ങൾ എന്താണ് നിഷേധിക്കുന്നുണ്ട്. ആര്, ഭരണഘടന. ആരെ, സ്റ്റേറ്റിന്. അപ്പം സ്റ്റേറ്റിൻ്റെ കൺസെപ്റ്റിൽ ഭരണഘടന എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റേറ്റിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ കൺസെപ്റ്റിൽ എന്താണ്, നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നൽകാൻ അനുവദിക്കുന്ന രീതിയിലാണെങ്കിൽ അതെന്താണ്, പോസിറ്റീവ് സ്വഭാവത്തിലാണ്. ഒരുപാട് ആഴത്തിലേക്കൊന്നും പോകണ്ട, നമ്മൾ മറ്റ് ടോപ്പിക്ക് പറയുമ്പോൾ അതൊക്കെ ക്ലിയർ ആക്കി പറയും. അപ്പം നെഗറ്റീവ് സ്വഭാവത്തിലും പോസിറ്റീവ് സ്വഭാവത്തിലും ഉണ്ട്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ആശയങ്ങൾ കടമെടുത്താണ് നമ്മുടെ ഭരണഘടനയിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന മൗലികാവകാശങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ക്ലിയർ ആണ്. ദെൻ നോക്കിക്കോ, ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾക്ക് നൽകിയിരിക്കുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം, അല്ലേ? ഒന്നാമത്തെ അവകാശം സമത്വത്തിനുള്ളതാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സമത്വത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യയിലെ പൗരന്മാർക്കുണ്ട്. അത് 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളാണ്. 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളാണ്. ദെൻ ചൂഷണങ്ങൾക്ക് എതിരായിട്ടുള്ള അവകാശമാണ് മൂന്നാമത്തേത്. അത് 23, 24 ആർട്ടിക്കിൾ. ഇതിങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. ചൂഷണങ്ങൾക്കെതിരായിട്ട് ഉള്ള ആർട്ടിക്കിൾസ് ഏത് എന്നിങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. ദെൻ നാലാമത്തെ അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 25 മുതൽ 28 വരെ, 25 മുതൽ 28 വരെ ആർട്ടിക്കിളിലാണ് നമ്മൾ മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നത്. ദെൻ സാംസ്കാരികപരവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമാണ് 29, 30 ആർട്ടിക്കിൾ. 29, 30 ആർട്ടിക്കിൾ പറയുന്നത് സാംസ്കാരികപരവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തിനെ കുറിച്ചാണ്. ദെൻ ലാസ്റ്റ് വണ്ണാണ് ആറാമത്തെ അവകാശം. ഇത് 5ആണ്, ഇത് ആറാമത്തെ അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾ, അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 5 അവകാശങ്ങളിൽ ഏതെങ്കിലും ഒരു അവകാശം നിഷേധിക്കപ്പെട്ടാൽ അതിന് ഭരണഘടനാപരമായ പരിഹാരം തന്നെ പറയുന്നുണ്ട്. കോടതിയിലൂടെ നിങ്ങൾക്കത് നേടിയെടുക്കാം. അതാണ് ആറാമത്തെ അവകാശമായിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 സെറ്റാണ്. എന്നാൽ നമ്മുടെ ഭരണഘടനയിൽ ഈ 6 അവകാശങ്ങളായിരുന്നില്ല ആദ്യം ഉണ്ടായിരുന്നത്. ഭരണഘടന നിലയിൽ വന്ന 1950 ജനുവരി 26 ഈ 6 അവകാശങ്ങൾ കൂടാതെ 7ാമതൊരു അവകാശം കൂടി ഉണ്ടായിരുന്നു. ആ 7ാമത്തെ അവകാശമായിരുന്നു സ്വത്തവകാശം. ടെക്സ്റ്റ് ബുക്കിൽ ഇതും പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് സ്വത്തവകാശത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ 7 അവകാശങ്ങൾ പൗരന് ഉറപ്പു നൽകിയിരുന്നു. സ്വത്തവകാശം മൗലികാവകാശമായി 31ാം വകുപ്പിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഭരണഘടനയിൽ എത്രാം ആർട്ടിക്കിളായിരുന്നു ഇതുണ്ടായിരുന്നെന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ഞാൻ പറയുന്നതല്ലേ, ടെക്സ്റ്റ് ബുക്കിൽ മാത്രം പറയുകയാണെ 31ാം വകുപ്പ്, 31ാം ആർട്ടിക്കിളായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന സ്വത്തവകാശത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതനുസരിച്ച് നിയമാനുസൃതം സ്വത്ത് സമ്പാദിക്കുന്നതിന്, കൈവശം വെച്ച് അനുഭവിക്കുന്നതിനും ഉള്ള അവകാശം മൗലികാവകാശമായിരുന്നു. ആദ്യകാലത്ത് സ്വത്ത് കൈവശം വെക്കുക, സ്വത്ത് സമ്പാദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു? അത് മൗലികാവകാശമായിട്ട് നമുക്ക് ലഭിച്ചിരുന്ന ഒരു അവകാശമായിരുന്നു. എന്നാൽ പിന്നീട് എന്താക്കി?
1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം ഒരു സാധാരണ അവകാശമാക്കി മാറ്റി എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ശ്രദ്ധിക്കുക, അത് എന്തവകാശമാണ്? ഇപ്പോൾ നിയമ അവകാശമാണ് കേട്ടോ. നിയമ അവകാശമായിട്ട് 12-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തി. എത്രാം ഭാഗമാണ്? 12-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഇതിനായി 300A എന്ന വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. 300A, ഈ 300A എന്ന് പറയുന്നത് ഏത് ഭാഗത്തിലാണ് 300A ഉള്ളത്? 12-ാം ഭാഗത്തിലാണ് 300A ഉള്ളത്. നിലവിലത് നിയമ അവകാശമാണ്. നിലവിലതൊരു നിയമ അവകാശമാണ്. ഓക്കെ ആണേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ, ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിച്ചു കഴിഞ്ഞു. നോക്കിക്കേ, അതിൽ ചോദിച്ചിരിക്കുന്നതാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏത്? ഈസിയാണ്. ഏതാണ്? ഭാഗം 3-ലാണ് നമ്മൾ മൗലികാവകാശങ്ങൾ. ഇങ്ങനെയാണ് 10th ലെവൽ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സിലൊക്കെ വരുന്നത്. ഈവൻ +2 ലെവൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരെ റീസെൻ്റ്ലി നടന്നതിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. നോക്കിയേ, ഇപ്പോൾ +2 ലെവലിൽ 2026 നടന്നിട്ടുള്ള APO എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന, ഏറ്റവും ഉചിതമായതാണ് ചോദിച്ചിരിക്കുന്നത്. വ്യക്തിത്വ വികാസത്തിന് അടിസ്ഥാനമായ അവകാശങ്ങൾ. ഇത് നമ്മൾ നേരത്തെ എവിടെയോ കേട്ടു അല്ലേ? പക്ഷെ അത് ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ ലക്ഷ്യമായി പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ? ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിന് അവകാശം അല്ലെങ്കിൽ അടിസ്ഥാനമായ അവകാശങ്ങൾ എന്ന്. ഇതിനടുത്ത് വായിച്ചു നോക്കിയേ, ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതിന് പൗരന് ലഭ്യമാകേണ്ട അവകാശങ്ങൾ. ജനാധിപത്യം ഉറപ്പുവരുത്തണം നമ്മൾ പറഞ്ഞിരുന്നു. അത് ലക്ഷ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൗലികാവകാശങ്ങൾ. വളരെ 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 കറക്റ്റാണ്. അപ്പോൾ ഇതാണ് ഇതിന് ആപ്റ്റായിട്ടുള്ള, ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷണം ഒരുക്കുകയും നൽകുന്ന അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൗലികാവകാശങ്ങൾ. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ട് കിടക്കുന്ന മൗലികാവകാശത്തിനെ കുറിച്ച് പറയുന്ന പ്രസ്താവന. കണ്ടോ? ഇതിപ്പോൾ ഈ രീതിയിൽ ചോദിക്കുന്ന എവിടുന്നാ? ദേ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. നമ്മൾ മൗലികാവകാശങ്ങളെ കുറിച്ചൊന്നും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഭരണഘടനയെ പറയുന്നതല്ല. ഓക്കെ ആണേ? അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ പഠിച്ചു പോകുന്നതാണ് ബെറ്റർ. +2 ലെവലിൽ ചോദിച്ചൊരു ചോദ്യമാണ്. പിന്നെ കണ്ടോ, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ +1 ചോദിച്ചാണ്. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അത് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മോത്തിലാൽ നെഹ്റു ആയിരുന്നു. കണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ വരുന്നത്. പിന്നെ ഒന്ന് നോക്കിക്കേ, മൗലികാവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നതാണോ? ന്യായവാദാർഹമാണോ? ആണല്ലോ, ന്യായീകരിക്കാൻ പറ്റുന്നതാണ്, ന്യായവാദാർഹമാണ്. സമ്പൂർണ്ണമാണെന്നാണോ നമ്മൾ പറഞ്ഞത്? സമ്പൂർണ്ണമല്ല. അപ്പം 2 തെറ്റാണ്. ദെൻ നെഗറ്റീവോ പോസിറ്റീവോ ആകാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നെഗറ്റീവോ പോസിറ്റീവോ ആകാം. ഭേദഗതി വരുത്താം അല്ലേ? പാർലമെൻറ്റിന് ഭേദഗതി വരുത്താം. അപ്പം 1, 3, 4 ശരിയാണ് അല്ലേ? 1, 3, 4 ശരിയാണ്. 2 തെറ്റാണ്. 2 മാത്രം തെറ്റാണ്. അപ്പോൾ B ആണ് ആൻസർ. കണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് ഇവന്മാർ ചോദ്യങ്ങളായിട്ട് വരിക. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് വെറുതെ പഠിച്ചങ്ങ് പോയിട്ട് കാര്യമില്ല. ഈ ടോപ്പിക്കിനെ എങ്ങനെയാണ് PSC കൺസിഡർ ചെയ്ത് അതൊരു ചോദ്യമാക്കി വരുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ പഠിക്കുന്ന ടോപ്പിക്കുകൾ ക്വസ്റ്റ്യനെ ആസ്പദമാക്കി തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിച്ചെടുക്കണം. ക്ലിയർ ആണ്? അപ്പം ആ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഇത് എവിടെ നിന്നൊക്കെയാണ് വന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ആർട്ടിക്കിളിലേക്കൊന്നും കടന്നിട്ടില്ല. അപ്പോഴേക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ? ഇനിയും ഒരുപാടുണ്ട്. ഈ സമയപരിധി ആയതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. ഓക്കെ ആണ്? അടുത്ത് നോക്കിയേ, സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കുവാനുള്ള മൗലികാവകാശത്തെ നിയമ അവകാശമാക്കി മാറ്റിയ ഭേദഗതി. സ്വത്തവകാശത്തിന് നിയമാവകാശമാക്കിയ ഭേദഗതി നമ്മൾ പറഞ്ഞില്ലേ? ഏത് ഭേദഗതിയാ? 44-ാം ഭേദഗതി. കണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ബേസിക്കായിട്ട് പറഞ്ഞതാണ്. ഇനി നേരെ അവകാശങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ 6 അവകാശമാണ് നിലവിൽ ഭരണഘടനയിൽ ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ അവകാശമാണ് സമത്വ അവകാശം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സമത്വ അവകാശത്തിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളുകളാണ് 14 മുതൽ 18 വരെ. ഓക്കെ, ഞാൻ പറഞ്ഞു ഭരണഘടനയിലുള്ള ആ 14 മുതൽ 18 വരെയുള്ള ഫുൾ ആർട്ടിക്കിൾസ് പറഞ്ഞു പോകാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ടോ? അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ പോയിന്റ്സ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, കൃത്യമായിട്ട് ഈ ആർട്ടിക്കിളുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, ഭരണഘടനയെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്ക് മനസ്സിലാവേണ്ട രീതിയിലേക്ക് എഴുതി ചേർത്തിട്ടുണ്ട്. നോക്കാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ്. സമത്വത്തിനുള്ള അവകാശത്തിനെ കുറിച്ച് പറയുന്നു. സമത്വത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നു. 14 മുതൽ 18 വരെ ആർട്ടിക്കിളാണ്. ഓക്കെ,
സമത്വത്തിനുള്ള അവകാശം ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കും മൗലികമായുള്ളതാണ്. അപ്പോൾ നമുക്ക് സമത്വം കൊണ്ടുവരാന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഒരു ഉദ്ദേശം അല്ലേ. സമത്വം എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റിയെടുക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് 14 മുതൽ 18 വരെ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. ഓക്കെ, ഈ അവകാശങ്ങളില്ലാതെ, അതായത് ഈ സമത്വത്തിനുള്ള അവകാശങ്ങളില്ലാതെ മറ്റവകാശങ്ങൾ അർത്ഥശൂന്യമാണ്. ഏത് അവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ ഏത് അവകാശ? സമത്വത്തിനുള്ള അവകാശം. ഓക്കെ, ഈ അവകാശങ്ങളില്ലാതെ മറ്റവകാശങ്ങൾ അർത്ഥശൂന്യമാണ്. അത് ഇത് പറയുന്നത് ഏത് മൗലികാവകാശത്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചൂടെ? ഇങ്ങനെയാണ് ഇവന്മാർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ സമത്വം 14 മുതൽ 18 വരെ സ്വാതന്ത്ര്യം ഇങ്ങനെ പഠിച്ചു പോകും. അപ്പോൾ ഈ ചെറിയ കണ്ടന്റ് നിന്ന് ഇവർ ചോദ്യമാക്കി മാറ്റുമ്പോൾ നമ്മൾ ആകെ പെട്ടും. അത് ഏത് അവകാശം എന്ന് ചിന്തിച്ചു പോകും. ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കിക്കോ, ഈ അവകാശങ്ങളില്ലാതെ മറ്റവകാശങ്ങൾ അർത്ഥശൂന്യമാണെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നത് ഏത് അവകാശത്തിനെ കുറിച്ചാണ്? സമത്വ അവകാശത്തിനെ കുറിച്ചാണ്. ഓക്കെയാണ്. ദെൻ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. സമത്വത്തിനുള്ള അവകാശം എന്നതുകൊണ്ട് ഭരണഘടനയിൽ ഉദ്ദേശിച്ച പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നു. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. ഇത് ആർട്ടിക്കിൾ 14 നമ്മൾ 14 മുതൽ പറയുന്ന ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 2 രീതിയിലുള്ള കാര്യം പറയുന്നുണ്ട്. ഒന്ന്, നിയമത്തിന് മുന്നിൽ സമത്വം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് ആരോടാണ് ഭരണഘടന പറയുന്നത്? സ്റ്റേറ്റിനോടാണ്. സ്റ്റേറ്റിനോട് പറയാണ്, നിങ്ങൾ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ എല്ലാവരെയും സമന്മാരായി കാണണം. നിയമം നിർമ്മിക്കുമ്പോൾ വലിയ കാശുകാരനൊരു നിയമം, പാവപ്പെട്ടവനൊരു നിയമം, അങ്ങനെ പറ്റില്ല. ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും തുല്യമായി കണ്ടുകൊണ്ടുള്ള നിയമങ്ങളെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഒരു എക്സ്ട്രാ ക്ലോസും കൂടി പറഞ്ഞിട്ടുണ്ട്, നിയമം മുഖേന തുല്യ സംരക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലേ. ഇത് റെസ്ട്രിക്റ്റഡ് ആണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റേറ്റ് നിയമം നിർമ്മിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് മാത്രമേ നിയമം നിർമ്മിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്നാൽ അതിനൊരു എക്സ്ട്രാ കണ്ടീഷൻ, എക്സ്ട്രാ ക്ലോസ് കൊടുത്തിട്ടുണ്ട്, തുല്യ നിയമ സംരക്ഷണം എന്ന് പറയുന്നതിൽ. നമുക്കറിയാം ചില കാര്യങ്ങളിലൊക്കെ നിയമം നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ഒരുപോലെയാണോ കാണുന്നത്? കുട്ടികളെയും വലിയവരെയും ഒരുപോലെയാണോ കാണുന്നത്? അല്ല, അവർക്കൊക്കെ ചെറിയ എന്ത് കൊടുത്തിട്ടുണ്ട്? ചില കിഴിവുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ കിഴിവുകളൊക്കെ കൊടുക്കാൻ കാരണം ഇങ്ങനൊരു കൺസെപ്റ്റ് കൂടി നമ്മുടെ ഭരണഘടനയെ പറയുന്നത് കൊണ്ടാണ്. അപ്പം തുല്യരായിട്ട് കണക്കാക്കുന്നതിന് പകരം എന്താണ്, സ്ത്രീകൾക്ക് മാത്രമായി കൺസിഡർ ചെയ്യുക, കുട്ടികൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യുക. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യാം? നിയമങ്ങൾ നിർമ്മിക്കാം, കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പം നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുമ്പം രാജ്യം മൊത്തം ഒരു രീതിയിൽ നിയമം നിർമ്മിക്കണമെന്നുള്ളൊരു കൺസെപ്റ്റാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവിടെ തന്നെ പറയുന്നുണ്ട്, നിയമം മുഖേന തുല്യ സംരക്ഷണം കൂടി നിങ്ങൾക്ക് കൊടുക്കാം. അത് സ്റ്റേറ്റിന് ചില കിഴിവുകൾ കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വേറെ നിയമങ്ങൾ നിർമ്മിക്കാം. അത് മാത്രം, കൂടുതലായിട്ട് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ദെൻ വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. വിവേചനത്തിൽ നിന്ന് സംരക്ഷണം ഒരുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്ന് 5 രീതിയിലുള്ള വിവേചനം അല്ലേ. ഏതാണ് ഈ 5 രീതിയിലുള്ള വിവേചനം? ജാതി, മത, വർഗ, ലിംഗ, സ്ഥലം. ജാതി, മത, വർഗ, ലിംഗ, സ്ഥല ഭേദമന്യേ ഇന്ത്യയിൽ എന്ത് പാടില്ല? വിവേചനങ്ങൾ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. അതിന് സംരക്ഷണം നൽകുന്നുണ്ട്. അവസര സമത്വം ആർട്ടിക്കിൾ 16 കൊടുത്തിരിക്കുന്ന സർക്കാർ ജോലികളിൽ, പൊതു നിയമനങ്ങളിലുള്ള അവസരങ്ങളിൽ എന്ത് കൊടുക്കണം? സമത്വം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അയിത്ത നിർമ്മാർജ്ജനം അല്ലേ, ആർട്ടിക്കിൾ 17 പറയുന്ന അയിത്ത നിർമ്മാർജ്ജനം. ഇന്ത്യയിൽ അയിത്തം പാടില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു അനാചാരമായിരുന്നു എന്ത്? തൊട്ടുകൂടായ്മ. നമ്മൾ വേറൊരാൾ എന്താണ്, മുതിർന്ന ജാതിയിൽ പെടുന്ന ഒരാൾക്ക് താഴേക്ക് അല്ല, മുതിർന്ന ജാതിയിലുള്ള ആളെ കീഴ് ജാതിയിലുള്ള ആളുകൾക്ക് തൊടാനൊന്നും സ്പർശിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ആ ഒരു വ്യവസ്ഥ ഇന്ത്യയിൽ പാടില്ല. അത് നിരോധിച്ചിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 17. ബഹുമതികൾ ഒഴിവാക്കൽ. ബഹുമതികൾ ആർട്ടിക്കിൾ 18 പറയുന്ന ബഹുമതികൾ ഒഴിവാക്കുക. അന്ന് പണ്ട് കുറേ സ്ഥാനപ്പേരുകളൊക്കെ കൊടുക്കുന്നുണ്ട്, സർ പദവി, രാജാ പദവി. അപ്പം അങ്ങനെ ഒരു പദവിയൊക്കെ എക്സ്ട്രാ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് മറ്റാളുകളിൽ നിന്നും അയാൾ എന്തോ ഒരു വലിയൊരാളായി കണക്കാക്കുന്ന രീതിയിൽ സമത്വത്തിന് ഇല്ലായ്മയാക്കുന്ന രീതിയിലുള്ളൊരു പദവിയായിരുന്നു. അപ്പോൾ ആ പദവികളൊക്കെ ഒഴിവാക്കുന്നു. വിദേശ രാജ്യത്ത് നിന്ന് നമുക്കൊരു രീതിയിലുള്ള പദവിയും സ്വീകരിക്കാൻ പാടില്ല രാഷ്ട്രപതിയുടെ അനുമതി ഇല്ലാതെ എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. ക്ലിയർ ആണ്. ഇതിനൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് 14 വകുപ്പ്. കണ്ടോ, ഓരോ വകുപ്പ് എടുത്ത് അവിടെ പറയുന്നുണ്ട്. 14 വകുപ്പ് ഇപ്രകാരം പറയുന്നു എന്നാണ് ടെക്സ്റ്റ് ബുക്ക്, ഞാൻ പറയുന്നതല്ല, ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ സമത്വവും നിയമ മുഖേന തുല്യ സംരക്ഷണവും എന്ത് ചെയ്യരുത്? നിഷേധിക്കരുത് എന്ന് പറയാണ്. സ്റ്റേറ്റിനോട് പറയാണ്. ഓക്കെ, ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ തുല്യ സമത്വവും നിയമ മുഖേനയുള്ള സംരക്ഷണം എന്ത് ചെയ്യരുത്? നിഷേധിക്കരുത്. നിയമത്തിന് മുന്നിൽ സമത്വം എന്നത് ബ്രിട്ടീഷ് പൊതു നിയമത്തിൻ്റെ ആശയമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളവിടെ 2 കാര്യം പറഞ്ഞു. എന്താണ്? നിയമത്തിന് മുന്നിൽ സമത്വം. അപ്പോൾ ആ നിയമത്തിന് മുന്നിൽ സമത്വം എന്നുള്ളൊരു ആശയം എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് ഇവിടെ തന്നെ പറയാം. അപ്പോൾ ആ ഒരു ആശയം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. എന്നാൽ
നിയമം മുഖേന തുല്യ സംരക്ഷണം അല്ലേ, ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്നത് അമേരിക്കൻ ഭരണഘടന എന്നാണ്. മനസ്സിലായോ? അപ്പോൾ 2 പോയിന്റ് അവിടെ തന്നെ കിട്ടി. 14-ാം ആർട്ടിക്കിളിൽ 2 കാര്യം പറയുന്നുണ്ട്. നിയമത്തിന് മുന്നിൽ സമത്വം, തുല്യ നിയമ സംരക്ഷണം. അതിൽ നിയമത്തിന് മുന്നിൽ സമത്വം എന്നുള്ളത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും തുല്യ നിയമ സംരക്ഷണം എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണെന്നാണ് ആർട്ടിക്കിൾ 14-മായി ബന്ധപ്പെട്ട് തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ശ്രദ്ധിക്കണം, ചോദിച്ചേക്കാം. ഓക്കെ ആണ്. then അടുത്തത് ആർട്ടിക്കിൾ 15-നെ കുറിച്ച് പറയുന്നുണ്ട്. വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന വകുപ്പാണ് 15-ാം വകുപ്പ്. 15-ാം വകുപ്പ് പ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജന്മദേശം മതം, വർഗം, ജാതി, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുന്നു. ഗാന്ധിജിയുടെ സാമൂഹ്യ, ഈ ഒരു പോയിന്റ് ഇവിടെ ശ്രദ്ധിച്ചോ, ഗാന്ധിജിയുടെ സാമൂഹ്യ സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുകയാണ് ഈ അവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ ഗാന്ധിജിയുടെ സാമൂഹ്യ സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുക എന്ന് ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിരിക്കുന്ന സമത്വത്തിലെ അല്ലെങ്കിൽ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ 17-ാം ആർട്ടിക്കിളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അയിത്ത നിർമ്മാർജ്ജനം. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് പാസ്സാക്കിയതാണെന്നൊക്കെ. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നോക്കി, ഏത് ആർട്ടിക്കിളാണ് ഗാന്ധിജിയുടെ സാമൂഹ്യ സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? അത് ആർട്ടിക്കിൾ 15 മാറിപ്പോകരുത്. ആർട്ടിക്കിൾ 15. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. മനസ്സിലായോ? ഇത് എവിടുന്നാണ് വന്നത് പോലും ചിലപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ നിന്ന് തിരിച്ചറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എവിടേക്ക് ഇറങ്ങണം? ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് ഇറങ്ങണം. അതാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണ്. ദെൻ കടകൾ, ഹോട്ടലുകൾ, പൊതുഭക്ഷണശാലകൾ, പൊതുവിനോദ സ്ഥലങ്ങൾ എന്നിവയിൽ രാഷ്ട്രത്തിൻ്റെ ധനം ഉപയോഗിച്ച് സംരക്ഷിക്കുന്ന പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പാടില്ല? പ്രവേശനം നിഷേധിക്കും. പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നതും ആർട്ടിക്കിൾ 15-ലാണെന്നാണ് ഈ 2-ാമത്തെ വകുപ്പിൽ പറയുന്നത്. 15-ാം ആർട്ടിക്കിൾ പറയുന്നത്. ക്ലിയർ ആണ്? മനസ്സിലായോ? ദെൻ സമത്വമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അടുത്തൊരു ആർട്ടിക്കിൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് 16-ാം വകുപ്പാണ്. റീസെൻ്റ്ലി ചോദ്യം വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് 16-ാം വകുപ്പ്. 16-ാം വകുപ്പ് പറയുന്നത് സർക്കാർ ജോലിയുടെ കാര്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സർക്കാർ ജോലിയുടെ കാര്യത്തിൽ പൗരന്മാർക്ക് അവസര സമത്വം നൽകുന്നതാണ് ഏതടാ? ഈ പറഞ്ഞിരിക്കുന്ന 16-ാം വകുപ്പ് ആർട്ടിക്കിൾ. രാഷ്ട്രത്തിൻ്റെ കീഴിൽ വരുന്ന ഏത് സ്ഥാപനത്തിലേക്കുള്ള തൊഴിലിനും, രാജ്യത്തിൻ്റെ കീഴിലുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും തൊഴിലിനും നിയമനത്തിനും ഇത് ബാധകമാണ്. അതേസമയം സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗങ്ങൾക്കും അനുകൂലമായി നിയമങ്ങളിൽ എന്ത് കൊടുക്കുന്നുണ്ട്? സംവരണം ഏർപ്പെടുത്തുന്നതിന് നിയമമുണ്ടാക്കാൻ 16-ാം വകുപ്പ് രാഷ്ട്രത്തിന് അധികാരം നൽകുന്നു. അപ്പം നമ്മൾ പറയുകയാണ് എല്ലാ ഇന്ത്യക്കാർക്കും എന്ത് കൊടുക്കണം? സർക്കാർ ജോലിയിൽ അവസര സമത്വം എന്ന് പറയുമ്പോൾ പോലും, അവസര സമത്വം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കാണണം എന്നാണ് പറയുന്നത്. എന്നാൽ പോലും അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു കിഴിവ് പറയുകയാണ്. ആർക്കൊക്കെയാ? സാമൂഹികവും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗങ്ങൾക്കും അനുകൂലമായിട്ട് നിയമനത്തിൽ എന്ത് കൊടുക്കാം? സംവരണം കൊടുക്കാമെന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ഇതിനെ സംരക്ഷാത്മക വിവേചനം എന്നറിയപ്പെടുന്നു. അപ്പോൾ സംരക്ഷാത്മക വിവേചനം എന്നറിയപ്പെടുന്നത് ഇത്തരത്തിൽ നമ്മൾ സംവരണം കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സംവരണം കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് കൃത്യമായിട്ട്, അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് NCERT-യിൽ പറയുന്നുണ്ട്. ആ 16-ാം ആർട്ടിക്കിളിൻ്റെ ഏത് സബ്സെക്ഷനിലാണത് പറയുന്നത് നോക്കിയേ. 16-4 അനുച്ഛേദം 16-4 പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗത്തിന് സർക്കാർ സർവീസിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന് സ്റ്റേറ്റിന് ബോധ്യപ്പെടുന്ന പക്ഷം ആ വിഭാഗത്തിന് അർഹമായ സംവരണം കൊണ്ടുവരാം എന്നാണ് ആർട്ടിക്കിൾ 16-4 അല്ലേ? പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗത്തിന് എന്ത് കൊടുക്കാം? സംവരണം കൊടുക്കാമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 16-4. ഇത് സംരക്ഷാത്മക വിവേചനമെന്ന് അറിയപ്പെടുന്നുണ്ടെന്നും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. കണ്ടോ? ഇനി ഇത് നോക്കിക്കേ. ഇനി ഇത് റീസെൻ്റ്ലി 2026 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിതാത്മക വിവേചനം നൽകിയിരിക്കുന്നത്? കണ്ടോ? 16-6, 15-1, 16-4, ആർട്ടിക്കിൾ 17. ഒരു 10th ലെവൽ എക്സാമിന് ചോദിച്ചാൽ. അപ്പോൾ ഇതിങ്ങനെ സബ് ക്ലോസ് ഒക്കെ പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ആലോചിക്കുക. പക്ഷേ ഈ സബ് ക്ലോസ് എവിടെ പറയുന്നതുകൊണ്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ സബ് ക്ലോസ് ഏതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതെന്ന് പഠിക്കുന്നതല്ലേ ലാഭം. അല്ലാതെ എല്ലാ ആർട്ടിക്കിളിൻ്റെയും സബ് ക്ലോസ് പഠിക്കാൻ നമുക്ക് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 16-4 16-4 ഈ പറഞ്ഞിരിക്കുന്ന സംരക്ഷാത്മക വിവേചനം, സർക്കാർ ജോലിയിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കാമെന്ന് പറയുന്ന ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിൾ 16 മനസ്സിലായല്ലോ. ദെൻ അടുത്ത ആർട്ടിക്കിൾ 17-മായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അയിത്ത നിർമ്മാർജ്ജനം അല്ലേ? അയിത്ത നിർമ്മാർജ്ജനം ഭരണഘടനയുടെ 17-ാം വകുപ്പ് പ്രകാരം അയിത്താചാരം നിരോധിക്കുന്നു.
1955 അയിത്ത വിരുദ്ധ നിയമപ്രകാരം എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ നിരോധനം എന്നാട്ടോ. തൊട്ടുകൂടായ്മ നിരോധനം, അയിത്ത നിരോധനം എന്ന് പറഞ്ഞാൽ എന്തെന്നെയാണ്? തൊട്ടുകൂടായ്മ നിരോധനം. ഏത് വർഷത്തിൽ പാസ്സാക്കിയതാ? 1955 അയിത്ത വിരുദ്ധ നിയമപ്രകാരം അയിത്താചരണം എന്താണ്? ശിക്ഷാർഹമാണ്. അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ അയിത്തം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എന്ത് ചെയ്ത് നിരോധിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നത് എന്താണ്? അത് ശിക്ഷാർഹമാണ്. മനസ്സിലായോ? ഇത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ദെൻ 18ാമത്തെ വകുപ്പാണ്, ആർട്ടിക്കിൾ 18 പറയുന്നത് ബഹുമതികൾ ഒഴിവാക്കൽ. ബഹുമതികൾ, ഓക്കെ. പട്ടാള ബഹുമതികളും വിദ്യാഭ്യാസ ബഹുമതികളും ഒഴിച്ചുള്ള ബഹുമതികൾ നൽകുന്നതിൽ നിന്ന് 18ാം വകുപ്പ് രാഷ്ട്രത്തിന് വിലക്കുന്നു. അപ്പോൾ എന്ത് കൊടുക്കാൻ പാടില്ല? നമ്മൾ പദവികൾ കൊടുക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ മിലിറ്ററി അതുപോലെ തന്നെ അക്കാദമിക് ലെവലിലൂടെ കിട്ടിയിരിക്കുന്ന പട്ടാളത്തെ ബഹുമതിയിലും വിദ്യാഭ്യാസ ബഹുമതിയുള്ള അതല്ലാത്ത ബഹുമതികളൊന്നും രാജ്യം നൽകാൻ പാടില്ല. അതൊന്നും നമ്മളെ പേരിന് കൂടെ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. പക്ഷേ നമ്മൾ പേരിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതെന്ന് ആലോചിക്കുക. പട്ടാളത്തിൽ നിന്ന് കിട്ടുന്ന മേജർ, കേണൽ പോലുള്ള പദവികൾ നമ്മൾ പേരിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത് ആർട്ടിക്കിൾ 18 അനുവദനീയമാണ്. നമ്മൾ ഡോക്ടർ, പ്രൊഫസർ, ജസ്റ്റിസ് എന്നൊക്കെ ഓരോരുത്തർ പേരിൻ്റെ കൂടെ ഉപയോഗിക്കുന്നില്ലേ? ഉപയോഗിക്കാം. അതെന്താണ്? ഭരണഘടനയിലൂടെ നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇത് പറഞ്ഞിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 10. അതല്ലാത്ത പദവികളൊന്നും നൽകാൻ രാഷ്ട്രം പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അനുമതി കൂടാതെ ഒരു ഇന്ത്യൻ പൗരനും ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്നും ഏതെങ്കിലും ബഹുമതി സ്വീകരിക്കരുത്. ഏതെങ്കിലും വിദേശ രാജ്യത്തു നിന്നും ബഹുമതികൾ സ്വീകരിക്കണമെങ്കിൽ ആരുടെ അനുമതിയോടുകൂടി മാത്രമായിരിക്കണം? രാഷ്ട്രപതിയുടെ അനുമതിയോടുകൂടി മാത്രമായിരിക്കണം എന്നാണ് ആർട്ടിക്കിൾ 18 ഇവിടെ പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളാണ് ഞാൻ പറഞ്ഞത്. സമത്വത്തിന്റെ ഭാഗമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഈ ആർട്ടിക്കിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, വേറെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന, അസ്പൃശ്യത നിരോധനം എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അസ്പൃശ്യത എന്ന് പറഞ്ഞാൽ കണ്ടോ? അൺടച്ചബിലിറ്റി. അപ്പോൾ അയിത്തത്തിന് മറ്റൊരു പേരായിട്ട് കൊടുത്തിരിക്കുന്നതാണ് അസ്പൃശ്യത നിരോധനം. അത് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ, അത് ആർട്ടിക്കിൾ 17 ആണ്. തന്നെ നോക്കിയേ, തൊട്ടുകൂടായ്മ നിരോധന നിയമം ഒക്കെ ടെക്സ്റ്റ് ബുക്കുന്ന തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലയിൽ വന്ന വർഷം 1955. നമ്മളിപ്പോൾ പറഞ്ഞാലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ടെക്സ്റ്റ് ബുക്ക് നിന്നാണെന്ന് ഓർത്തിരിക്കുക. അത് അതേപോലെ പഠിച്ച് വെക്കണം. അപ്പം നമ്മൾ സെക്ഷൻ ബൈ സെക്ഷൻസ് ആയിട്ട് പഠിക്കണം. ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ മൗലികാവകാശങ്ങൾ പഠിക്കാമെന്നുള്ളതാണ് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പം നമ്മൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, ആദ്യത്തെ അവകാശം കഴിഞ്ഞു. സമത്വ അവകാശത്തിനെ കുറിച്ച് ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം. അല്ലേ? നമുക്ക് ഇന്ത്യയിൽ എന്തുണ്ട്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് എന്ന് കരുതിയിട്ട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഭരണമാണ് നമ്മുടെ രാജ്യത്ത് തരുന്നുണ്ടോ? ഇല്ല. അതിനെന്തുണ്ട്? റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു സമ്പൂർണ്ണമല്ല മൗലിക അവകാശങ്ങൾ, അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്, അനിയന്ത്രിതമല്ല എന്ന് പറഞ്ഞു. അല്ലേ? നോക്കിയേ, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടാതെ ക്രമസമാധാനത്തെ അപകടപ്പെടുത്താതെ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ മാത്രമേ സ്വതന്ത്രമായി നിർവചിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാമെന്നല്ല അർത്ഥം. മറ്റുള്ള ആളുകളുടെ എന്ത് ചെയ്യാൻ പാടില്ല? നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രവർത്തിക്കാൻ പാടില്ല. അതുപോലെ ക്രമസമാധാനത്തിന് തകർക്കുന്ന രീതിയിലും പ്രവർത്തിക്കാൻ പാടില്ല. ക്ലിയർ ആണ്? ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം നോക്കിയേ, മൗലികാവകാശങ്ങളുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കുക. അപ്പം മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന മൗലികാവകാശങ്ങളിൽ അവകാശം ഏതെന്ന് ചോദിച്ചാൽ ഏതാ? അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ എന്ത് പറയുന്നുണ്ട്? മൗലികാവകാശങ്ങളുടെ നട്ടെല്ലെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ ചോദിക്കും. മനസ്സിലായോ? മൗലിക അവകാശങ്ങളുടെ നട്ടൽ എന്ന് പറയുന്ന അവകാശങ്ങൾ ഏതെന്ന് വെച്ചിട്ട് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, എന്താണ് നമ്മൾ അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അവിടെ പെട്ടുപോകരുത്. ക്ലിയർ ആണ്? ദെൻ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ പറയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. ഓക്കെ, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഇത് ആർട്ടിക്കിൾ 19 പറയുന്ന 19 പറയുന്ന അവകാശങ്ങൾ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ആർട്ടിക്കിൾ 19 നമ്മൾ എത്ര അവകാശങ്ങൾ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ആ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഇത് ഇവിടെ പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇത് 19(1)(a) എന്നാണ് പറയുക. 19(1)(a) ആണ് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. ഈ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് പത്രസ്വാതന്ത്ര്യം. അപ്പോൾ പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾപ്പെട്ട ആർട്ടിക്കിൾ ഇത് തന്നെയാണ് 19(1)(a) ആണ്. സമ്മേളന സ്വാതന്ത്ര്യം അല്ലേ? 19(1)(b) ആണ് സമ്മേളന സ്വാതന്ത്ര്യം. മൂന്നാമത്തെയാണ് 19(1)(c) ആണ് പറഞ്ഞിരിക്കുന്നത് സംഘടനാ സ്വാതന്ത്ര്യം. നമ്മുടെ ഇന്ത്യയിൽ സംഘടനകൾ രൂപീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം 19(1)(c) ആണ് പറഞ്ഞിരിക്കുന്നത്
ഡി ആണ് പറഞ്ഞിരിക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം. പാർപ്പിട സ്വാതന്ത്ര്യം 19(1) ഇ ആണ് പാർപ്പിട സ്വാതന്ത്ര്യം. എഫ് ഉണ്ടായിരുന്നു, അത് സ്വത്ത് സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. 44-ാം ഭേദഗതിയിലൂടെ അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നീട് തൊഴിലും വ്യാപാരം വ്യവസായമൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പറയുന്നുണ്ട്, അത് 19(1) ജി ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് 19 മുതൽ 22 വരെയുള്ള ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ നമ്മൾ എന്തിനെക്കുറിച്ച് പറയുന്ന ഏരിയയിലാണ്? സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്ന ഏരിയയിലാണ്. ഓക്കെ ആണേ ക്ലിയർ ആണല്ലോ. അപ്പോൾ മൗലികാവകാശങ്ങൾ കൃത്യമായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരുന്നത്. ആ കമ്മിറ്റിയിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്ന കമ്മിറ്റിയായിരുന്നു മൗലികാവകാശ ന്യൂനപക്ഷാവകാശ കമ്മിറ്റി. അങ്ങനെ ഒരു കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്, മൗലികാവകാശ ന്യൂനപക്ഷാവകാശ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആര്? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു മൗലികാവകാശ ന്യൂനപക്ഷാവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്ത് പറയുന്നത്? ശില്പി എന്ന് പറയുന്നത്. അന്ന് അവർ 7 അവകാശങ്ങൾ കൂട്ടിച്ചേർത്തിരുന്നു. അതിലൊരു അവകാശമായിരുന്നു സ്വത്ത്. അത് പിൻകാലത്ത് എന്ത് ചെയ്തു? നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 19(1) എഫ് എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം കൂടി ഉൾപ്പെടുത്തിയിരുന്നു. ഓക്കെ, അതും എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്. ഇനി ഇതിലുള്ള ഓരോ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും ആർട്ടിക്കിൾ 19 പറയുന്ന ഓരോ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി തരുന്നതല്ല, അതിനെന്തുണ്ട്? റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, അതിൽ ഒന്നാമത്തെ പറയുന്നത് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. ആ സ്വാതന്ത്ര്യം എന്താണ്? അനിയന്ത്രിതമല്ല. ആ വേർഡ് കണ്ടോ? അനിയന്ത്രിതമല്ല. ഈ വേർഡാണ് മൊത്ത സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്തല്ല? അനിയന്ത്രിതമല്ല. അങ്ങനെ പറഞ്ഞാൽ അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സ്വാതന്ത്ര്യം അനിയന്ത്രിതമല്ല, അത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് വിധേയമാണ്. ക്രമസമാധാന നില തകരാറിലാകുന്ന, ആക്രമണത്തിന് പ്രേരണ നൽകുന്ന, മാനഹാനി ഉണ്ടാക്കുന്ന, കോടതി അലക്ഷ്യമാകുന്ന തരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? അഭിപ്രായം പറയാൻ പാടില്ല. നമ്മൾ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമില്ല അല്ലേ. അപ്പം ആക്രമണങ്ങൾക്ക് പ്രേരണ നൽകുന്ന, ക്രമസമാധാന നില തകരാറിലാക്കുന്ന, അതുപോലെ തന്നെ ആരെങ്കിലും മാനഹാനി ഉണ്ടാക്കുന്ന, കോടതി അലക്ഷ്യമാകുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അഭിപ്രായങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല. മനസ്സിലായോ? അത് റെസ്ട്രിക്റ്റഡ് ആണ്. ദെൻ സമ്മേളന സ്വാതന്ത്ര്യമുണ്ടല്ലേ. സമ്മേളന സ്വാതന്ത്ര്യം ചെയ്യാം. നമുക്ക് ഇന്ത്യയിൽ സമ്മേളനങ്ങൾ കൂടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ തോക്കും ബോംബൊക്കെ ആയിട്ട് പിടിച്ച് സമ്മേളനം കൂടാൻ പറ്റുമോ? ഇല്ല. സമാധാനപരമായിട്ട് സമ്മേളനങ്ങൾ ചേരാൻ പാടുള്ളൂ. സമാധാനപരമായിട്ട് യോഗം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഘോഷയാത്രകൾ നടത്തുവാനുള്ള അവകാശവും സമ്മേളന സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നു. ഘോഷയാത്രകൾ ചെയ്യാം അല്ലേ, അതും ഈ പറഞ്ഞിരിക്കുന്ന സമ്മേളന സ്വാതന്ത്ര്യത്തിൽ പറയുന്നതാണ്. ഇതൊക്കെ എന്താണ്? നിയന്ത്രണ വിധേയമാണ് എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമല്ല. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി മാത്രമേ സമ്മേളനം നടത്താൻ പാടുള്ളൂ. ഓക്കെ, വീണ്ടും പറയാണ്, 5 അതിലധികമോ ആളുകൾ ചില പ്രദേശങ്ങളിൽ സംഘം ചേരുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെന്റിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. ചില സാഹചര്യങ്ങളിൽ 5-ൽ കൂടുതൽ ആളുകൾ ചേരുന്നത് പോലും എന്ത് ചെയ്യാം? നിയന്ത്രിച്ചുകൊണ്ട് സർക്കാരുകൾക്ക് സംഘം ചേരുന്നത് നിരോധിക്കാം. നമ്മൾ കൊറോണ കാലത്തൊക്കെ ഓർമ്മയില്ലേ, ഈ ഡ്രോണൊക്കെ വരുമ്പോൾ ഓരോരുത്തരും തലേ കൂടെ മുണ്ടൊക്കെ ഇട്ട് ഓടിയിരുന്നൊരു കാലം അല്ലേ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ 5-ലധികം ആളുകൾ ചേർന്നിരിക്കുന്നത് പോലും വിലക്കിക്കൊണ്ട് സർക്കാരുകൾക്ക് എന്ത് ചെയ്യാം? സമ്മേളനം കൂടുന്നത് വിലക്കാൻ പറ്റും. അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ സമ്മേളന സ്വാതന്ത്ര്യമുണ്ട് രണ്ടാമത്തെ സ്വാതന്ത്ര്യമായിട്ട്. ഓക്കെ, then മൂന്നാമത്തെ സ്വാതന്ത്ര്യമാണ് ഏതാ? സംഘടനാ സ്വാതന്ത്ര്യം അല്ലേ. സ്വതന്ത്രമായി യൂണിയനുകളും രൂപീകരിക്കാൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നു. ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് അല്ലേ. നമുക്ക് ട്രേഡ് യൂണിയനുകളൊക്കെ നിർമ്മിക്കാം. തൊഴിലാളി സംഘടനകളൊക്കെ ഈ സംഘടനാ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രൂപീകരിക്കാം. എന്നാൽ നിയമവിരുദ്ധമോ ദേശവിരുദ്ധമോ ആയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സംഘടനകൾ രൂപീകരിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതായത് ഭീകരവാദ സംഘടനകളൊന്നും രൂപീകരിക്കാൻ പാടില്ല. സാധാരണപരമായിട്ട് നല്ല രീതിയിൽ പോകാനുള്ള തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ നമുക്ക് രൂപീകരിക്കാം. ഒരു കുഴപ്പമില്ല. സർക്കാർ സർവീസിലിരിക്കെ അവിടെയും വേണമെങ്കിൽ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ സർക്കാർ സർവീസിലുള്ള സംഘടനകൾ. അതെന്തായിരിക്കണം? സർക്കാർ ജീവനക്കാർ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ സംഘടനകളിൽ അംഗത്വമാകാൻ പാടുള്ളൂ. ഇപ്പോൾ സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും എടുത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനൊക്കെ കൃത്യമായ സർവീസ് ചട്ടങ്ങളുണ്ട്. ആ സർവീസ് ചട്ടം അനുവദിക്കുന്ന രീതിയിലുള്ള സംഘടനകളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആ ഒരു നിയന്ത്രണമാണ് സംഘടനാ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ സഞ്ചാര സ്വാതന്ത്ര്യം, അടുത്തൊരു സ്വാതന്ത്ര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാൻ സ്വതന്ത്രമായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. സഞ്ചാര സ്വാതന്ത്ര്യം നമുക്ക് അനുവദനീയമാണ് എന്ന് കരുതിയിട്ട് എല്ലായിടത്തേക്കും കയറി ചെല്ലാൻ പറ്റുമോ?
ഇപ്പോൾ നമുക്ക് കണ്ണൂരൊക്കെ കണ്ടോൺമെൻറ്റ് കേട്ടിട്ടുണ്ട്, പട്ടാളക്കാരുടെയൊക്കെ നിയന്ത്രിത മേഖല, അവിടേക്കൊക്കെ ചാടി കയറാൻ പറ്റുമോ? ഇല്ല, കയറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ മറ്റേ പട്ടാള സിനിമയിൽ മാമുക്കോയിനെ എടുത്തുകൊണ്ടുവന്ന പോലെ കൊണ്ടുപോയിക്കോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിയന്ത്രിത മേഖലയിലേക്ക് നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അതിൽ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നോക്കിയേ, പട്ടികവർഗ വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേൽ എന്ത് ചെയ്യുന്നുണ്ട്, നിയമങ്ങൾ ഏർപ്പെടുത്താൻ, രാഷ്ട്രത്തിന് നിയമങ്ങൾ ഏർപ്പെടുത്താമെന്നാണ്, അതായത് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താമെന്നാണ്. ഓക്കെ, അതായത് പട്ടികവർഗ വിഭാഗക്കാരില്ലേ, ST വിഭാഗക്കാരില്ലേ, ആ ST വിഭാഗക്കാരെ സംരക്ഷിക്കുന്ന മേഖലകളിലേക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കടന്നു കയറി ചെല്ലാൻ സാധിക്കില്ല. അത് സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും സഞ്ചരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ പാർപ്പിട സ്വാതന്ത്ര്യം ഇല്ലയെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ പാർപ്പിട സ്വാതന്ത്ര്യവും ഈ പറഞ്ഞിരിക്കുന്ന പട്ടികവർഗ മേഖലകളിൽ നമുക്ക് സാധ്യമല്ല. അതും ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നുണ്ടോ, രാഷ്ട്രത്തിന് പാർപ്പിട സ്വാതന്ത്ര്യത്തിന് നിയന്ത്രിക്കാം ഗോത്രവർഗ്ഗക്കാരുടെ ക്ഷേമത്തെ മുൻനിർത്തി, അല്ലേ? അതുപോലെ പൊതുനന്മയും ഗോത്രവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തെ മുൻനിർത്തി നമുക്ക് പാർപ്പിട സ്വാതന്ത്ര്യത്തെയും റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതാണ്. തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് കരുതിയിട്ട് തൊഴിൽ ചെയ്യാം, എനിക്ക് എന്ത് ജോലിയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ കോഴിക്കോട് അങ്ങാടി പോയിട്ട് കുറച്ച് കഞ്ചാവ് എടുത്ത് വിൽപ്പനയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ പൗരന്മാർക്ക് ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കുന്നതിനും വ്യാപാരമോ വ്യവസായമോ നടത്തുന്നതിനും സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നു. എന്നാൽ സമൂഹം ദുസ്സഹമെന്ന് കരുതുന്ന തൊഴിലുകളും വ്യാപാരവും ചെയ്യാൻ പൗരന്മാർക്ക് പറ്റില്ല. നല്ല ജോലിയെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയും സ്വാതന്ത്ര്യമാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ആ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു. ഈ 6 സ്വാതന്ത്ര്യങ്ങൾ എന്താണ്, റെസ്ട്രിക്ഷൻസിന് വിധേയമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു ആർട്ടിക്കിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആർട്ടിക്കിൾ 20 കുറിച്ചും ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്, കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം. ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിന് ന്യായമായ ശിക്ഷ കൊടുക്കാം, എന്നാൽ അന്യായമായ ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അയാൾ കുറ്റവാളിയാകുന്നുള്ളൂ, അല്ലേ? ഒരാളെ കുറ്റാരോപിതനെ നമ്മൾ കുറ്റം ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. കുറ്റാരോപിതർക്ക് മതിയായ സംരക്ഷണം ലഭ്യമാക്കണമെന്ന് ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നതെന്നും കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് നോക്കിയേ, ശരിക്കും 20 ആർട്ടിക്കിൾ 20 1, 2, 3 എന്നിങ്ങനെ സബ് ക്ലോസുകളാണുള്ളത്. അതിൽ 1ാമത്തെ ക്ലോസിൽ പറയുന്നതാണ്, കുറ്റം നടക്കുന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റക്കാരനെ ശിക്ഷിക്കാൻ പാടുള്ളൂ. അത് പറയുന്നത് ഭരണഘടനയിൽ ഇങ്ങനെയാണ്. എന്താണ്, മുൻകാല പ്രാബല്യത്തോടു കൂടി നിയമങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല. ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് എന്താണോ ആ കുറ്റകൃത്യത്തിന് ശിക്ഷ, ആ ശിക്ഷ മാത്രമേ കുറച്ച് കാലം, നമ്മുടെ ഇന്ത്യയിലാണ് അതിന് ശിക്ഷയൊക്കെ വിധിക്കുക. ഒരു കുറ്റകൃത്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ വിധിക്കണമെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയും. അപ്പോഴേക്കും അതേ കുറ്റകൃത്യത്തിന് കൊടുക്കാവുന്ന ശിക്ഷകളിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം, അല്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും കാര്യമില്ല. എന്താണോ അയാൾ കുറ്റം ചെയ്യുന്ന സമയത്ത് ആ കുറ്റകൃത്യത്തിന് ശിക്ഷ, അത് മാത്രമേ അയാൾക്ക് നൽകാൻ പാടുള്ളൂ. മുൻകാല പ്രാബല്യത്തോടു കൂടി ക്രിമിനൽ നിയമങ്ങൾ വരാൻ പാടില്ല. പിൻകാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാലത്തെ കുറ്റകൃത്യങ്ങൾക്ക് ബാധകമാവാൻ പാടില്ല. അതായത് കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ആ ശിക്ഷ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമം വന്നാൽ അത് മുൻപ് ചെയ്ത കുറ്റകൃത്യം നിങ്ങൾക്ക് ബാധകമല്ല. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് എന്ത് ശിക്ഷ നൽകുന്നോ അതിൽ കൂടുതൽ ശിക്ഷയായി ആർക്കും നൽകരുത്. ഇത് 3 ക്ലോസ് 1 ഇത് 3 20 1 പറയുന്നത്. 3 പറയുന്ന 1 തന്നെയാണ്. എന്താണ്, മുൻകാല പ്രാബല്യത്തോടു കൂടി ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. മനസ്സിലായോ? അയാൾ ചെയ്ത സമയത്തുള്ള കുറ്റത്തിന് ഉള്ള ശിക്ഷയും അതിലുള്ള പിഴയും മാത്രമേ അയാളോട് ഈടാക്കാൻ പാടുള്ളൂ. ദെൻ 2ാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നതാണ് എന്ത്, ഒരു കുറ്റത്തിന് 1-ലധികം തവണ ഒരാളെയും ശിക്ഷിക്കാൻ പാടില്ല. ഡബിൾ ജിയോപാട്രി എന്നൊക്കെ പറയും. ഡബിൾ ജിയോപാട്രി, അല്ലേ? അപ്പോൾ അതായത് ഒരാളൊരു കുറ്റം ചെയ്താൽ ആ ഒരു കുറ്റത്തിൻ്റെ പേരിൽ അയാളെ 2 തവണ അല്ലെങ്കിൽ 1-ലധികം തവണ എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല. 3ാമത്തെ ക്ലോസിൽ പറയുന്നതാണ്, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല. അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല, സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 20. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഏതുമായി ബന്ധപ്പെട്ടാണ്, സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നതാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 പറയുന്നത് എന്താണ്, 21ാം വകുപ്പ് ഉറപ്പ് നൽകുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഒരാൾക്ക് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 ഉറപ്പ് നൽകുന്നത്. ഓക്കെ, നിയമസ്ഥാപിതമായ നടപടി മുഖേനയല്ലാതെ
അല്ലേ, ഒരു നിയമപ്രകാരം എന്തെങ്കിലും നടപടിക്രമങ്ങളിൽ ഉണ്ടെങ്കിൽ അതല്ലാതെ ഏതൊരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ അപഹരിക്കാൻ പാടില്ല. എല്ലാവർക്കും ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് എന്ന് കരുതിയിട്ട് ഒരാളെ കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് ജയിലിൽ കൊണ്ടിടുമ്പോൾ എനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിനാണ് ഇവിടെ കൃത്യമായി പറയുന്നത്, നിയമസ്ഥാപിത നടപടി മുഖേന അല്ലാതെ, അങ്ങനെ നിയമസ്ഥാപിതമായ ഒരു നിയമത്തിന് അധിഷ്ഠിതമല്ലാതെ ഏതൊരാളെയും ജീവനെയോ അല്ലെങ്കിൽ ഏതൊരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ അപഹരിക്കാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഓക്കെ, ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും ഈ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും തോന്നിയ മട്ടിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ജയിലടയ്ക്കാനോ ശിക്ഷിക്കാൻ അവകാശമില്ലെന്ന് 21-ാം വകുപ്പിൽ പറയുന്നു. സുപ്രീം കോടതി വിവിധ തീർപ്പുകളിൽ ഈ അവകാശങ്ങളുടെ വ്യാപ്തി ഓരോ സുപ്രീം കോടതിയുടെ വിധിയിലും ഈ ആർട്ടിക്കിൾ 21 എന്താണെന്ന് കൂടുതലായിട്ട് ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര്? സുപ്രീം കോടതി. ചൂഷണ വിമുക്തമായി മനുഷ്യൻ്റെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്ന അവകാശം അതിൽ ഉൾപ്പെടുന്നതാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ദെൻ ജീവിക്കാനുള്ള അവകാശത്തിൽ പാർപ്പിടത്തിനും ഉപജീവനത്തിനുമുള്ള അവകാശം ഉൾപ്പെടുന്നു എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞു. ഉപജീവനത്തിനുള്ള അവകാശവും സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം ജീവിക്കാനുള്ള അവകാശമായിട്ടാണ് കണക്കാക്കുന്നത്. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയിൽ പോലും ഈ അവകാശം എന്ത് ചെയ്യാൻ പാടില്ല, അനുവദിക്കുന്നത് തടയാൻ പാടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ 359 പ്രകാരം ആർട്ടിക്കിൾ 20-ഉം 21-ഉം എന്ത് ചെയ്യാൻ പാടില്ല, അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പാടില്ല. ഇത് റദ്ദ് ചെയ്യാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 39 കൂട്ടിച്ചേർത്തത് 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 359 പ്രകാരം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെട്ട 20-ഉം 21 ആർട്ടിക്കിൾ എന്ത് ചെയ്യാൻ പാടില്ല, റദ്ദ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആ റദ്ദ് ചെയ്യാൻ പാടില്ല, 20, 21 റദ്ദ് ചെയ്യാൻ പാടില്ല എന്ന് കൂട്ടിച്ചേർത്തത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആണെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ കാര്യം കൂടി പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അത് പറയുന്നത് എന്താണ്? സ്വകാര്യതയെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സ്വകാര്യതയെ മൗലികാവകാശമാക്കിയിട്ട് സുപ്രീം കോടതി പറയുകയാണ്. അത് പറഞ്ഞ കേസായിരുന്നു കേട്ടോ പുട്ടസ്വാമി കേസ്. ഓർത്തിരിക്കണം, പുട്ടസ്വാമി കേസ്. അവിടെ സ്വകാര്യത മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച മുൻകാല വിധികൾ ഇതോടെ എന്തായി, റദ്ദായി. അപ്പം സ്വകാര്യത എന്ന് പറയുന്നത് നിലവിൽ എന്താണ് നമ്മുടെ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. ഓക്കെ, ഭരണഘടനയുടെ 21-ാം വകുപ്പ് വിപുലപ്പെടുത്തുന്നതാണ് ഈ വിധി. 21-ാം വകുപ്പിലേക്കാണ് നമ്മൾ ഈ സ്വകാര്യത എന്ത് ചെയ്തിരിക്കുന്നത്, ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ പറഞ്ഞത് ഓർത്തിരിക്കണം. ആർട്ടിക്കിൾ 359 പ്രകാരം എന്താണ് 359 ഭരണഘടന വന്ന സമയത്തെന്ന് ചോദിച്ചാൽ, മൗലികാവകാശങ്ങളില്ലേ, നമ്മുടെ മൗലികാവകാശങ്ങൾ, ഈ മൗലികാവകാശങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതിക്ക്, മൗലികാവകാശങ്ങളിൽ അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതിക്ക് എന്ത് ഏർപ്പെടുത്താം, രാഷ്ട്രപതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താം. എല്ലാ മൗലികാവകാശങ്ങളും അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റുമായിരുന്നു. എന്നാൽ 44-ാം ഭേദഗതി പ്രകാരം 20-ഉം 21-ഉം ഒഴികെയുള്ള മൗലികാവകാശങ്ങളിലെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിയന്ത്രണം ഏർപ്പെടുത്താൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളെന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് കൂട്ടിച്ചേർത്തതാണ് ഏതെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, 44-ാം ഭേദഗതി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങളാണ് 21-ാം ആർട്ടിക്കിൾ പ്രകാരം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി 21A ആണ് അല്ലേ, 21A ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു മൗലിക അവകാശമാണ് 21A എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടില്ലേ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറയുന്നത് മൗലികാവകാശമാക്കി കൂട്ടിച്ചേർത്തിരിക്കുന്ന ആർട്ടിക്കിളായിരുന്നു 21A. ആ 21A കുറിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുന്നത് നോക്കുകയും, വിദ്യാഭ്യാസ അവകാശ നിയമത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 21A കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുവന്നൊരു നിയമമായിരുന്നു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. ഇത് പറഞ്ഞുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ പുതിയ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറയുന്നത്. 2002 86-ാം ഭേദഗതി പ്രകാരം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A ആർട്ടിക്കിൾ 21A പ്രകാരമാണ് വിദ്യാഭ്യാസം എന്തായി മാറിയത്, മൗലികാവകാശമായി മാറിയത്. അപ്പം ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കാണ് ഏത് ഭേദഗതിയിലൂടെ, 2002 86-ാം ഭേദഗതിയിലൂടെ. ആ ഭേദഗതി എന്താ പറയുന്നത്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള
എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതാണ് ആർട്ടിക്കിൾ 21A. അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. ആ നിയമം 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് എന്താക്കി, പാസ്സാക്കിയിട്ടുണ്ട്. 2010 ഏപ്രിൽ 1 ഏപ്രിൽ 1 നിയമം നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. 2010 ഏപ്രിൽ 1 ഈ പറഞ്ഞിരിക്കുന്ന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഇതെവിടെ പറയാണ്, ടെക്സ്റ്റ് ബുക്കിൽ പറയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്, 21A ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. കുറച്ച് ക്വിക്കായിട്ടാണ് പറയുന്നത്, സ്പീഡ് കൂട്ടി തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒബ്വിയസ്ലി അതിന് സ്പീഡ് കൂട്ടി പറയേണ്ടി വരും. ടെക്സ്റ്റ് ബുക്ക് മാത്രം റിലേറ്റ് ചെയ്ത് പോകുന്ന ഒരു ക്ലാസ്സാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ആ കണ്ടന്റുകൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ ആണ്. ഞാൻ അടുത്തത് നോക്കിയേ, അടുത്തത് ആർട്ടിക്കിൾ 22 കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ, തുല്യതാ ടെക്സ്റ്റ് ബുക്കിലാണ് ആർട്ടിക്കിൾ 22 കുറിച്ച് പറയുന്നത്. നോക്കിയേ, അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം, അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ അവകാശം. ആർട്ടിക്കിൾ 22. ഒരാളെ ന്യായമായിട്ട് അറസ്റ്റ് ചെയ്യാം, അല്ലേ, ന്യായമായിട്ട് അറസ്റ്റ് ചെയ്യാം, അതിനുമായി ബന്ധപ്പെട്ട് തടങ്കലിടാം, ഒക്കെ ചെയ്യാം. എന്നാൽ അന്യായമായ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. എന്താണ്, അന്യായമായ അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കിൽ വെക്കുന്നതിനുമെതിരായി 22-ാം വകുപ്പ് എന്ത് കൊടുക്കുന്നു, സംരക്ഷണം ഉറപ്പു നൽകുന്നു. 3 അവകാശങ്ങളാണ് ഇത് ഉറപ്പു നൽകുന്നത്. എത്ര അവകാശങ്ങളാണ്, 3 അവകാശങ്ങളാണ് 22 പറയുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും 22 4 വരെ ഉണ്ട്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് പറയുന്നത്. 3 അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. അതെന്താ പറഞ്ഞിരിക്കുന്നത്, അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിൻ്റെ കാരണം അറിയണം. ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരാളെ ഒരു കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നിയമപരമായിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണം അയാളെ അറിയിക്കണം. രണ്ടാമത് എന്താണെന്ന് പറയുന്നത്, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കുവാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കുവാനുള്ള അവകാശമുണ്ട്. നമുക്കറിയാലോ, അറസ്റ്റ് ഇന്ത്യയിലെ നിയമപ്രകാരം ഒരാൾ ഒരു കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അയാൾക്ക് നിയമസഹായം ലഭ്യമാക്കണം എന്നുള്ളത് ഭരണഘടനാപരമായിട്ട് അയാൾക്ക് ലഭിക്കുന്ന ഒരു സംരക്ഷണമാണ്. അപ്പോൾ അത് പറയുന്നത് ഈ 22-ലാണ്. ഓക്കെ, 22 എന്താ പറഞ്ഞാൽ, അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായിട്ട് കൂടി ആലോചിക്കാം, അതിന് കേസ് വാദിക്കുകയും ചെയ്യാം. ഓക്കെ, 3-ാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു അവകാശം നോക്കിയേ, അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കപ്പെടുന്ന ഒരാളെ 24 മണിക്കൂറിന് മുൻപാകെ ആരെ മുന്നിൽ ഹാജരാക്കണം, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പം അറസ്റ്റിൻ്റെ കാരണം അറിയിക്കണം, നിയമസഹായം ലഭ്യമാക്കണം, 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. എന്നാൽ ഇതേ 22-ാം വകുപ്പിൽ മറ്റൊരു കാര്യം കൂടി 4-ാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട്. അതാണെന്ത്, കരുതൽ തടങ്കലിനെ കുറിച്ച്. കരുതൽ തടങ്കൽ കേട്ടിട്ടുണ്ടല്ലോ എല്ലാവർക്കും. 22-ാം ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കരുതൽ തടങ്കലാണ്. അപ്പം കരുതൽ തടങ്കൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഈ 22-ാം ആർട്ടിക്കിൾ പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ നിയമപരമായിട്ട് രണ്ട് രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്, അല്ലേ. പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്നും പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള. പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം ചെയ്ത് ആ കുറ്റം ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനാണ് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുക. എന്നാൽ കുറ്റം ചെയ്യാതെ, ഒരാൾ കുറ്റം ചെയ്യാതെ മുൻകൂറായിട്ട് കുറ്റം ചെയ്യുമെന്ന് കണ്ടുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയും. അതിനാണ് കരുതൽ തടങ്കൽ എന്ന് പറയുക. ഓക്കെ, ആ കരുതൽ തടങ്കലിനെ കുറിച്ച് പറയുന്നതും ഇതേ ആർട്ടിക്കിൾ 22 തന്നെയാണ്. ആ കരുതൽ തടങ്കൽ എന്താണെന്ന് കൂടി ഈ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എന്താ കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്, സാധാരണ ഒരാളെ തടങ്കിൽ വെക്കുന്നത് വിചാരണയ്ക്ക് ശേഷമാണ്. എന്നാൽ മുൻകരുതൽ നടപടി എന്ന നിലയ്ക്ക്, ഒരു മുൻകരുതൽ എടുക്കുകയാണ് എന്ന നിലയ്ക്കും വ്യക്തികളെ തടങ്കിൽ വെക്കാവുന്നതാണ്. അങ്ങനെ വെക്കാം. ഇത് കരുതൽ തടങ്കൽ എന്നാണ് അറിയപ്പെടുന്നത്. കരുതൽ തടങ്കൽ എന്നാണ് അറിയപ്പെടുന്നത്. വിചാരണ കൂടാതെയുള്ള തടങ്കലും ഏതെങ്കിലും കുറ്റം ചെയ്യുന്നതിന് മുമ്പുള്ള തടങ്കലും ഇതിൻ്റെ പെടുന്നു. ഒരാളെ കോടതിയിലൊന്നും ഹാജരാക്കാതെ, കോടതിയിൽ അവിടെ വിചാരണയ്ക്കൊന്നും വിധേയമാക്കാതെ അറസ്റ്റ് ചെയ്ത് വെക്കാം. കുറ്റകൃത്യം ചെയ്യുന്നതിന് മുന്നേ അറസ്റ്റ് വെക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ കരുതൽ തടങ്കൽ എന്ന് പറയാം. ഓക്കെ, കുറ്റം ചെയ്യുന്നതിൽ നിന്നും ആരെങ്കിലും തടയുന്നതിനാണിത്. ഒരാൾ കുറ്റം ചെയ്യുന്നതിന് തടയുകയാണ്. ഈ കരുതൽ തടങ്കൽ നിയമപ്രകാരം താഴെ പറയുന്ന കാരണങ്ങൾ വ്യക്തിയെ തടങ്കിൽ വെക്കാം. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാളെ കരുതൽ തടങ്കിൽ വെക്കാമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് പോകേണ്ട പോയിന്റാണ്. കാരണം ഇങ്ങനെ ഡോട്ടിട്ട് വെച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ഏതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് തന്നേക്കാം. നമ്മളെ സംബന്ധിച്ചത് വലിയ പ്രശ്നമാവും ഇത് അറിയൂലെങ്കിൽ. നോക്കി, അതിൽ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഒരാൾ പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്ത് വെക്കാം. ഒബ്വിയസ്ലി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്. അങ്ങനെ രാഷ്ട്രത്തിനെ പ്രതിരോധത്തിനെയും വിദേശകാര്യത്തിനൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഒരാൾ ഭാവിയിൽ പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം,
അറസ്റ്റ് ചെയ്ത് വെക്കാം, കരുതൽ തടങ്കലിൽ വെക്കാം, കുഴപ്പമില്ല, നമുക്ക് കിട്ടാവുന്നതാണ്. ക്രമസമാധാനത്തിന് നടത്തിപ്പ് അതും കിട്ടിയേക്കാം. ഒരാൾ ക്രമസമാധാനത്തിന് ബാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ അയാൾ അറസ്റ്റ് ചെയ്ത് വെക്കാൻ സാധ്യതയുണ്ട് അല്ലേ, കുഴപ്പമില്ല, കുറ്റകൃത്യം ചെയ്യാതെ തന്നെ പറ്റും. മൂന്നാമത്തെ നോക്കിക്കോ, അവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച നടപടി. അവശ്യ സാധന വിതരണവും സേവനവും സംബന്ധിച്ചതാണ്. ഇതെന്ത് സാധനം, ഇതിങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവശ്യ സാധനങ്ങളുടെ വിതരണം, ഇപ്പം നമുക്ക് പെട്ടെന്ന് എന്താണ് ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൂടുതൽ ഒരു മേഖലയിൽ കൂടുതൽ സാധനങ്ങളോ കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലേ. അപ്പോൾ ആ അവശ്യ സാധനങ്ങൾ, ഇപ്പോൾ അരി, എന്തെങ്കിലും ഒരു അവശ്യ സാധനം അവിടേക്ക് വിൽപ്പനപ്പെടുന്നതോ എന്തെങ്കിലും ഒരു കാര്യത്തിന് എതിരായിട്ട് ഒരാൾ നിൽക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവശ്യ സാധനങ്ങളുടെ വിതരണം, ആ വിതരണത്തിനോ സേവനം നൽകുന്നതിനും ആരെങ്കിലും എതിരായി നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ പിടിച്ചെന്ത് ചെയ്യാം, കരുതൽ തടങ്കൽ നിയമപ്രകാരം നമുക്ക് അറസ്റ്റ് ചെയ്യപ്പെടാം. ഈ കൊറോണ ടൈമിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച് നടപടി സ്വീകരിക്കാം. മനസ്സിലായോ? അപ്പോൾ അത് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എതിർപ്പുമായി വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ പിടിച്ചെന്ത് ചെയ്ത് വെക്കാം, അറസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ക്ലിയർ ആണ്? കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കണ്ടന്റാണ്, ഞാൻ പറയുന്നതല്ല. ഓക്കെ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 22 ബന്ധപ്പെട്ട് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 23 24 പറയുന്ന ചൂഷണങ്ങൾക്ക് എതിരായ അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സമയമുണ്ടായിരുന്നു. ഓക്കെ, അതിൽ അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നത് കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആണ്? ഓക്കെ, അപ്പം എല്ലാവിധ അടിമ ജോലികളും മനുഷ്യക്കടത്തും നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആർട്ടിക്കിൾ 23 പ്രകാരം നിരോധിക്കുകയും അത് കുറ്റകരമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അടിമക്കടത്ത്, മനുഷ്യക്കടത്ത് നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായ ശാലകളിലോ മറ്റ് അപകടമേഖലയിലോ ജോലി ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട് അല്ലേ. ആർട്ടിക്കിൾ 23(4) പ്രകാരം ബാലവേലയും ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ ഈ ആർട്ടിക്കിളിന് ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 23 വകുപ്പ് പറയുന്നത് മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുകയും, അതായത് മനുഷ്യക്കടത്തും യാക്കുന്നതും അടിമത്വവും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും നിർബന്ധിത തൊഴിലും ആർട്ടിക്കിൾ 23 പ്രകാരം നിരോധിച്ചിട്ടുണ്ട്. അടിമത്തം, മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ നിർബന്ധിത തൊഴിലും ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 23 ആർട്ടിക്കിൾ പ്രകാരം നിരോധിക്കുന്നു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ അപകട സാധ്യതയുള്ള മറ്റു തൊഴിലുകളോ ഏർപ്പെടുത്തുന്നത് ഭരണഘടനാപരമായി 24 വകുപ്പ് നിരോധിക്കുന്നു. അതായത് ബാലവേല നിരോധിക്കുന്നു. ബാലവേല നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24 എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതും നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്, ഭാഗമാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പം മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ തുടങ്ങുന്ന കണ്ടന്റ് തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കോട്ട് പറഞ്ഞുകൊണ്ടാണ്. എന്താ പറയുന്നത്, ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്, ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട്. അപ്പോൾ ആ ഒരുപാട് മതങ്ങളുള്ള രാജ്യത്തുള്ള ഒരു ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അങ്ങനൊരു ഗവൺമെൻറ്റിന്, ഒരുപാട് മതങ്ങളുള്ള രാജ്യത്തുള്ള ഗവൺമെൻറ്റിന് അവിടെ മതേതരത്തിൽ അധിഷ്ഠിതമായിട്ടല്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ, ഔദ്യോഗിക മതമില്ലാതെ. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മതേതരത്വമാണ്. അപ്പോൾ ആ മതേതരത്തിൽ നിന്നല്ലാതെ ഒരുപാട് മതങ്ങളുള്ള രാജ്യത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ലെന്ന് ആര് പറയാണ്, നെഹ്റു പറയാണ്. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന എന്ത് കൊടുക്കുന്നുണ്ട്, മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതാണ്, എല്ലാവർക്കും മതസ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത്. മതേതരത്വം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇവിടെ പറയുന്നു. ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിക്കുന്നുമില്ല, എന്നാൽ മതസ്വാതന്ത്ര്യ ഭരണഘടന എന്ത് കൊടുക്കുന്നുണ്ട്, ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ മതേതരത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുകയാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന ആർട്ടിക്കിൾ 25 മുതലുള്ള 28 വരെയുള്ള ആർട്ടിക്കിളിനെ കുറിച്ചും ടെക്സ്റ്റ് ബുക്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. നോക്കിയേ, അത് പറയുന്നത് എവിടെയാണ്, നമ്മുടെ എവിടെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന തുല്യതാ ടെക്സ്റ്റ് ബുക്കിലാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 25 വരെയുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും ഇന്ത്യയിൽ എന്തുണ്ട്, ഇഷ്ടപ്രകാരമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുള്ള ഒക്കെ അവകാശമുണ്ട്, ഇന്ത്യയിലുണ്ട്. ഓക്കെ, ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര എന്നാണ് ഈ അവകാശം തന്നെ പറയുന്നത് കേട്ടോ. ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര എന്നറിയപ്പെടുന്ന അവകാശമാണ് ഇത്, ഈ പറഞ്ഞിരിക്കുന്ന മതസ്വാതന്ത്ര്യം.
മതസ്വാതന്ത്ര്യം. ഓക്കെ, അവിടെ ആർട്ടിക്കിൾ 25 പ്രകാരമുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടമതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 25 കൊടുക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. ഓക്കെ, ദെൻ മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ വസ്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതായത് സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എന്താണ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇപ്പം മതങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അല്ലേ, അങ്ങനത്തെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ മൂവബിൾ ചെയ്യാത്ത അല്ലേ, ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇവർക്ക് എന്ത് ചെയ്യാം, മതങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി മതങ്ങൾക്ക് തന്നെ അവിടെ വിളക്ക് ഓരോ മതവിഭാഗമായി, ഇപ്പോൾ അമ്പലത്തിലാണെങ്കിലും അതിൻ്റെമായി ബന്ധപ്പെട്ട്, പള്ളിയിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അത്തരം സാധനങ്ങളൊക്കെ വാങ്ങാനും അതാത് മതങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26. മതപരിപാലനത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനിയോഗിക്കുന്ന പണം നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നു. അതായത് മതത്തിൻ്റെ പേരിൽ എന്ത് പാടില്ല, നികുതി നിർബന്ധിക്കാൻ പാടില്ല. മതകാര്യങ്ങൾക്ക് നികുതി നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 27 ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ഉത്തരവാദിത്വത്തിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതബോധനം പാടില്ല. പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ മതപഠനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 28 കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ 28 ആർട്ടിക്കിളിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എന്ത് പാടില്ല, മതപഠനം പാടില്ല എന്ന് പറയുന്ന 28 ആർട്ടിക്കിൾ ഇവിടെ പറയുന്നുണ്ട്. ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 28-1 പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ മതപഠനം നിരോധിക്കുന്നത്. ആർട്ടിക്കിൾ 28 കൂടി അതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. അത് നമ്മൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോഴാണ് അതൊക്കെ പഠിക്കുക. ഓക്കെ, ഇനി ഇതേ മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് കുറച്ചുകൂടി എവിടെ പറയുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് നമ്മുടെ NCERT പറയുന്നുണ്ട്. വിശ്വാസത്തിനും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ക്രമസമാധാനം, ധാർമ്മികത, ആരോഗ്യം എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടി മതസ്വാതന്ത്ര്യത്തിന് മേൽ സർക്കാരിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും. അതായത് മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലും എന്താണ്, പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്ന അധികാരമല്ല, അല്ലെങ്കിൽ അവകാശമല്ല. അതിനും എന്തുണ്ട്, റെസ്ട്രിക്ഷൻസിന് വിധേയമാണ്. മനസ്സിലായോ? മതത്തിൻ്റെ മുകളിലും ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യാം, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. എപ്പോൾ? ക്രമസമാധാനം, ധാർമ്മികത, ആരോഗ്യം എന്നിവയെ ബാധിക്കുന്ന രീതിയിൽ മതം ഒരു പ്രശ്നമായി മാറുകയാണെങ്കിൽ അവിടെ സർക്കാരുകൾക്ക് ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്യാം, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെന്ന് NCERT ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അത് ആ ഒരു പോയിന്റ് കൂടി നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് എവിടെ പറയുന്നത്, മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് സാംസ്കാരികപരവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ. ഞാൻ പറഞ്ഞിരുന്നു, മൗലികാവകാശങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മൗലികാവകാശങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ടാക്കിയ കമ്മിറ്റിയായിരുന്നു മൗലികാവകാശ ന്യൂനപക്ഷാവകാശ കമ്മിറ്റി. ആ മൗലികാവകാശ ന്യൂനപക്ഷാവകാശ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെയാണ്. പട്ടേൽ എന്ത് ചെയ്തിരുന്നു, ഇതിനെക്കുറിച്ച് പഠിക്കാൻ, ഇത് രണ്ട് അവകാശങ്ങളാണ്. അപ്പോൾ ആ 2 അവകാശങ്ങളെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. ആ സബ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു JB കൃപലാനി. ദെൻ ന്യൂനപക്ഷാവകാശങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ സബ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു HC മുഖർജി. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന 2 രീതിയിലാണ് അവകാശങ്ങൾ അന്ന് കൈകാര്യം ചെയ്തത്. അതിൽ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഭരണഘടനയിലേക്ക് തീരുമാനിച്ചിരുന്നു. മൗലികാവകാശങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പറയാൻ കൂടി തീരുമാനിച്ചിരുന്നു. ആ ന്യൂനപക്ഷ അവകാശങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന മൗലികാവകാശങ്ങളിൽ അവകാശങ്ങളാണ് ഇത്, സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. അപ്പം ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന സാംസ്കാരികപരവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തിലാണ്. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന നോട്ട്സ് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ന്യൂനപക്ഷ അവകാശങ്ങൾ മതത്തെ മാത്രം അടിസ്ഥാനമാക്കിയല്ല ന്യൂനപക്ഷ അവകാശങ്ങൾ. ഭാഷ, ലിപി, സംസ്കാരം എന്നിവയും ഇതിൻ്റെ മാനദണ്ഡമാണ്. അപ്പോൾ ഒരു ന്യൂനപക്ഷത്തിന് നമ്മൾ ഇന്ത്യയിൽ കണക്കാക്കുന്നത് മതത്തിൻ്റെ പേരിൽ മാത്രമല്ല, ഭാഷയുടെയും ലിപിയുടെയും സംസ്കാരത്തിൻ്റെയും കൂടി പേരിലാണെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഭരണഘടനയിൽ 29-30 വകുപ്പുകളിലാണ് ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ആർട്ടിക്കിളാണ്? 29-30 ആർട്ടിക്കിളാണ് ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കാൻ പറ്റും. സ്വന്തം ഭാഷ അല്ലേ, ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയുണ്ട്, സ്വന്തമായി ഭാഷ ഉണ്ടായിരിക്കാം. കുറച്ച് ഭാഷ, ഇപ്പോൾ തുളു ഭാഷയൊക്കെ സംസാരിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ കുറവാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഭാഷയും ലിപിയും സംസ്കാരമൊക്കെ എന്ത് ചെയ്യാം, സംരക്ഷിക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനും
ഉള്ള അവകാശമുണ്ടല്ലേ, സ്വന്തമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം ആർട്ടിക്കിൾ 30 പ്രകാരം. മനസ്സിലായോ? ഇതാണ് 2 ആർട്ടിക്കിൾ 29, 30 പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് പ്രകാരം. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരമൊക്കെ സംരക്ഷിക്കാൻ നൽകുന്ന അവകാശം ആർട്ടിക്കിൾ 29 പ്രകാരം. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനുമുള്ള അവകാശം കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 30 പ്രകാരമാണ്. ഓക്കെ, ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭരണഘടനയിൽ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത്. ഓരോ പൗരന്മാരുടെയും കൂടി ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ന്യൂനപക്ഷ അവകാശത്തിനെയും കൂടി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഉറപ്പുവരുത്തിയിരിക്കുന്നത് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ, തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി. നമ്മൾ 5 അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു. 6ാമത്തെ അവകാശമാണ് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. അപ്പോൾ ഈ അവകാശത്തിനെ കുറിച്ചുകൂടി ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുന്നതെന്ന് നോക്കിയേ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 അല്ലേ. അതായത് നമുക്ക് ഏതെങ്കിലും മൗലികാവകാശങ്ങൾ, ഇത്രയും നേരം പറഞ്ഞ ഈ അവകാശങ്ങൾ ഏതെങ്കിലും നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് എത്തരത്തിൽ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതികളിലേക്ക് പോകാം. അങ്ങനെ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കും. ആ ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ റിട്ടുകളാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. റിട്ടുകൾ പറയുമ്പോൾ സുപ്രീം കോടതിയും റിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നുണ്ട്. സുപ്രീം കോടതിയാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ 32 പ്രകാരവും, ഹൈക്കോടതിയാണ് റിട്ട് പുറപ്പെടുവിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ് പുറപ്പെടുവിക്കുക. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭരണഘടനയിൽ 32ാം വകുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഈ അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നായാണ് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആര് വിശേഷിപ്പിച്ചു? നമ്മുടെ അംബേദ്കർ വിശേഷിപ്പിച്ചു. അതോടൊപ്പം അറിഞ്ഞിരിക്കുക, മൗലികാവകാശങ്ങളിൽ മൗലികമായതെന്നും ഈ ആർട്ടിക്കിൾ അറിയപ്പെടുന്നുണ്ട്. മൗലികാവകാശങ്ങളിൽ മൗലികമായത്, ഓക്കെ, മൗലികമായതെന്നറിയപ്പെടുന്നതും ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 32 ഓക്കെ, ഇവിടെ പറഞ്ഞു നോക്കിയേ, മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി ഹൈക്കോടതിയോ സുപ്രീം കോടതിയെ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നു. ഇത്തരം കേസുകളിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും കേസുകൾ പരിശോധിച്ച് പുറപ്പെടുവിക്കുന്ന ചില ഉത്തരവുകളുണ്ട്. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? അപ്പം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ട് എന്ന് പറയുന്നത്. ഈ റിട്ട് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്രകാരം നമ്മുടെ ഇന്ത്യയിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ് റിട്ട് പുറപ്പെടുവിക്കുക. സുപ്രീം കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 32 പ്രകാരവും, ഹൈക്കോടതി ആണെങ്കിൽ 226 പ്രകാരമാണ് പുറപ്പെടുവിക്കുക. 5 റിട്ടാണില്ലേ നമ്മുടെ ഇന്ത്യയിൽ? എത്ര റിട്ടുണ്ട്? 5 റിട്ടുകളാണുള്ളത്. ആ 5 റിട്ടുകളെ കുറിച്ച് SCERTയിലും ഈ പറഞ്ഞിരിക്കുന്ന NCERTയിലും ഈ പറഞ്ഞിരിക്കുന്ന തുല്യതയിലും പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ അതൊന്ന് നോക്കി പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിട്ടുകൾ പലവിധം. ഒന്നാമത്തെയാണ് ഹെബിയസ് കോർപ്പസ്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യം കാണിക്കാം. അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുത്തുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് എന്ത്? ഹെബിയസ് കോർപ്പസ്. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നതാണ് ബെറ്റർ. ഹെബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. ഹെബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക, ഡെഡ് ഓർ അലൈവ്. ഓക്കെ, ജീവനോടെയോ അല്ലാതെയോ ഒരാളെ എന്ത് ചെയ്യാണ്? ശരീരം ഹാജരാക്കണം. ആരുടെ ശരീരമാണ്? അന്യായമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ. അപ്പോൾ അന്യായമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളുടെ ശരീരം കോടതി മുന്നാകെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്നതാണ് എന്ത്? ഹെബിയസ് കോർപ്പസ്. ആരെങ്കിലും ഇപ്പം ഒരു സ്വകാര്യ വ്യക്തിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ പോലീസോ ആരെങ്കിലും ഒരാളെ അന്യായമായി തടവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യണം? കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഓർത്തിരിക്കുക, സ്വകാര്യ വ്യക്തികൾക്കെതിരെയും എനിക്കും നിങ്ങൾക്കൊക്കെ എതിരെ ഇത് പുറപ്പെടുവിക്കാം. ദെൻ മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ ഡു മസ്റ്റ് എന്ന് ഓർത്തിരിക്കുക. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു, ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ഞങ്ങൾ കൽപ്പിക്കുന്നു. ആര്? കോടതി കൽപ്പിക്കുകയാണ്. എന്തിനാ കൽപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ മതി. ജോലി ചെയ്യാൻ കൽപ്പിക്കുകയാണ്. ആരെങ്കിലും ജോലി ചെയ്യുന്നില്ലെങ്കിൽ അയാളെ ജോലി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നതാണ് എന്ത്? മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റിക്കാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്? മാൻഡമസ് എന്ന് പറയുന്നത്. ഒരു സ്കൂളിൽ ഒരു ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കാതെ ഓഫീസിൽ നിന്ന് കാണുകയാണ്, ഡെയിലി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുട്ടിക്ക് പഠിക്കാനുള്ള മൗലികാവകാശങ്ങളാണ് അവൻ പഠനം കിട്ടാനുള്ള മൗലികാവകാശമാണ് ലംഘിക്കപ്പെടുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ ആ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്നതാണ് എന്ത്? മാൻഡമസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു വ്യക്തി അയാളുടെ ഔദ്യോഗിക കർത്തവ്യം നിർവഹിക്കാതിരിക്കുന്നതിനെ തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ട്. ദെൻ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഹിബിറ്റ് ചെയ്യുക എന്നാണ്, തടയുക എന്നാണ് അർത്ഥം. ആരെ തടയുക?
കീഴ്ക്കോടതിയെ തടയുക. ഇത് കോടതികൾ തമ്മിലുള്ളതാണ് പ്രൊഹിബിഷൻ. ജുഡീഷ്യൽ റിട്ട് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതിയെ മേൽക്കോടതി തടയുന്ന റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ. കീഴ്ക്കോടതിയെ മേൽക്കോടതി തടയുന്നു. എന്തിനു തടയുന്നു? അധികാരപരിധി ലംഘിക്കുന്നതിന്. അപ്പം മേൽക്കോടതി കീഴ്ക്കോടതി അധികാരപരിധി ലംഘിക്കുന്നത് തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇത് പ്രൊഹിബിഷൻ. ഓക്കെ, തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതിയിൽ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഉത്തരവിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊഹിബിഷൻ എന്ന് പറയുക. ദെൻ കോ വാറന്റോ എന്തധികാരം. നേരത്തെ മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൽപ്പിക്കുന്നു, ജോലി ചെയ്യാൻ കൽപ്പിക്കുന്നു. ഇത് ചോദിക്കുകയാണ്, വേണ്ടാത്ത ജോലി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ചെയ്യേണ്ടാത്ത ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നതിനാണ് എന്ത് പറയാം? കോ വാറന്റോ. അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം, നേരത്തെ പണി ചെയ്യുന്നില്ല, ഇത് വേണ്ടാത്ത പണിയെടുക്കുകയാണ്. ഓക്കെ, ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. ക്ലിയർ ആണ്. ദെൻ സെർഷററി, ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട്. അതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്, ഇവിടെ ടെക്സ്റ്റ് ബുക്ക് മുഖാന്തരമാണ് പറയുന്നത്. ഓക്കെ, സെർഷററി എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ കീഴ്ക്കോടതിയിലുള്ള ഒരു കേസ്, ആ കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇത് സെർഷററി. ക്ലിയർ ആണ്. നേരത്തെ കീഴ്ക്കോടതി അധികാരപരിധി ലംഘിക്കുന്നതിനെ തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എങ്കിൽ, കീഴ്ക്കോടതിയിലുള്ള ഒരു കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷററി. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് ക്ലാസ്സുകളിൽ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇതേ സാധനം എവിടെ പറയുന്നുണ്ട്? തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക, മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, ഇതൊക്കെ ലാറ്റിൻ പദങ്ങളാണ്. കോ വാറന്റോ എന്ന് പറഞ്ഞാൽ എന്തധികാരം. അതുപോലെ തന്നെ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക. ഓക്കെ, കീഴ്ക്കോടതി അധികാരാതിർത്തി ലംഘിക്കുന്നതിനെ തടയുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. സെർഷററി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെപ്പറ്റി അറിവ് കൊടുക്കുക എന്നുള്ളതാണ് ആ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ഓക്കെ, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന സെർഷററി എന്നും ഈ പറഞ്ഞിരിക്കുന്ന തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ക്ലിയർ ആണ്. അപ്പം നമ്മുടെ ഹെബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക, ആരുടെ? അന്യായമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാൾ. അപ്പോൾ അന്യായമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതായതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണം എന്നറിയപ്പെടുന്ന റിട്ട് തന്നെയാണ് ഹെബിയസ് കോർപ്പസ് ആണ്. ഈ ഹെബിയസ് കോർപ്പസ് ആദ്യമായി പറയുന്നതും എവിടെയാണ്? മാഗ്നാ കാർട്ടയിലാണ്. അപ്പം മാഗ്നാ കാർട്ടയിൽ പറയുന്ന റിട്ട് ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഹെബിയസ് കോർപ്പസ് തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട്, നമ്മൾ ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് പഠിക്കേണ്ടതാണ്. ദെൻ അടുത്തത് ഈ പറഞ്ഞിരിക്കുന്ന മാൻഡമസ്, നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. കോടതി കൽപ്പിക്കുകയാണ്. എന്തിനാണ് കൽപ്പിക്കുന്നത്? നിങ്ങൾ ആ സെൻറ്റൻസ് നോക്കി വായിച്ചിട്ട് വായിക്കുമ്പോൾ അതൊരു ജോലി ചെയ്യാനുള്ള കൽപ്പനയാണെങ്കിൽ അതാണ് എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന മാൻഡമസ്. കോ വാറന്റോ എന്തധികാരം എന്ന് ചോദിക്കുകയാണ്. ആരോട്? വേണ്ടാത്ത ജോലി എടുക്കുന്നതോട്. അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്ന ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതാണ്. കോടതിയാവാം, ആരും ആവാം കേട്ടോ. ഓക്കെ, ഒരു സ്ഥാപനത്തിനൊക്കെ ചോദ്യം ചെയ്യുന്നതിനാണ് എന്ത് പറയുക? ഈ പറഞ്ഞിരിക്കുന്ന കോ വാറന്റോ എന്ന് പറയുന്നത്. സ്വകാര്യ വ്യക്തികൾക്കെതിരെ അല്ല എന്ന് മനസ്സിലാക്കുക. ദെൻ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുകയാണ്. ആരെ തടയുക? കീഴ്ക്കോടതിയെ. എന്തിന് തടയുക? അധികാരപരിധി ലംഘിക്കുന്നതിന്. ദെൻ അടുത്തത് എന്താണ്? സെർഷററി എന്ന് പറഞ്ഞത് എന്താണ്? അത് കാര്യത്തെപ്പറ്റി അറിവ് കൊടുക്കാമെന്നാണെങ്കിലും ടു ബി സർട്ടിഫൈഡ് എന്നാണെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്ന? സെർഷറി എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതിയിലുള്ള ഒരു കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ PSC ചോദിക്കാറുണ്ട്. നോക്കിക്കോ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് മൂലം, ഒരാളൊരു പണി ചെയ്യാത്തത് മൂലം മറ്റൊരാൾക്ക് പരിക്കേൽക്കപ്പെടുക, അയാളുടെ മൗലികാവകാശം ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട റിട്ട് ഏതെന്നാണ് ചോദിച്ചത്. ജോലി ചെയ്യാത്തത് അല്ലേ? ആ ജോലി ചെയ്യാത്തതാണെങ്കിൽ അതിന് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. കണ്ടോ? ഇതിനടുത്ത് എന്താണ്? ഒരു വ്യക്തിക്ക് അയാൾ അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുക. വേണ്ടാത്ത ജോലി എടുക്കുകയാണ്, ആ ജോലി എന്താണ് ചെയ്യാൻ, അനക്ക് എന്താണ് അധികാരം എന്ന് ചോദിക്കുന്ന ഏത് റിട്ടാ? കോ വാറന്റോ. മനസ്സിലാവും? ഇങ്ങനെയാണ് ചോദിക്കുക. അതിനടുത്ത് നോക്കിയേ, ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. സുപ്രീം കോടതി പറ്റും, ഹൈക്കോടതി പറ്റും. സുപ്രീം കോടതിയും ഹൈക്കോടതിയും. കണ്ടോ? ഇവിടെ 3 ആൻസർ. അപ്പം 3 കുത്തിപ്പോകരുത്, അതായത് സിന്ന് കുത്തിപ്പോകരുത്. അവിടെ വീണ്ടും ABCD എന്ന് പറയുന്നുണ്ട്. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ 3ഉം Cയും ഒരുപോലെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ശ്രദ്ധിക്കണം ഏത് ഓപ്ഷനിലാണ് മൂന്നാമത്തെ കിടക്കുന്നതെന്ന്. അപ്പം ഇവിടെ 3 ശരി. കാരണം സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ട് പുറപ്പെടുവിക്കും. ആർട്ടിക്കിൾ 226 പ്രകാരവും ഹൈക്കോടതിയും ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും റിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട് അല്ലേ? ഇതെന്ന് നോക്കിക്കേ, താഴെ തന്നിരിക്കുന്ന റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്?
റിട്ടുകളും അതിൻ്റെ ലക്ഷ്യങ്ങളും. മാൻഡമസ് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ലാസ്റ്റ് നടന്ന 2026 നടന്നൊരു ക്വസ്റ്റ്യനാണ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോൾ, ജോലി ചെയ്യാതിരിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്നതാണ് മാൻഡമസ്. കോ വാറൻറ്റോ ഒരു വ്യക്തി അർഹതയില്ലാത്തത് സ്ഥാനത്തിരിക്കുമ്പോൾ, അർഹമില്ലാത്തൊരു ജോലി ചെയ്യുമ്പോൾ അതിനെ റിട്ട് ചോദ്യം ചെയ്യുന്നതാണ് കോ വാറൻറ്റോ. സെർഷററി കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ അത് ഏതാണ്? മാൻഡമസ് ആണ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പം 3 തെറ്റ്. ഹെബിയസ് കോർപ്പസ് അനധികൃതമായ തടങ്കിൽ, അനധികൃതമായിട്ട് ആരെങ്കിലും അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നതാണ് ഹെബിയസ് കോർപ്പസ്. അപ്പോൾ ഇതിൽ തെറ്റേതാണ്? തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. 3ാമത്തെയാണ് തെറ്റ്. അപ്പോൾ കണ്ടോ, ഇവിടെ വീണ്ടും 3 എന്ന് പറഞ്ഞ സി കുത്തി പോകരുത്. കാരണം ഇവിടെ വീണ്ടും ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് 3 വരുന്നത്? ഡി ആണ്. അപ്പോൾ ഇവിടെ ഡി ആണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലാണ് PSC ഇതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഒരു ടോപ്പിക്ക് വന്നിരിക്കുന്നത്, മൗലികാവകാശങ്ങൾ അല്ലേ. അപ്പോൾ ഇതിൽ തന്നെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത്. ഇത് മാത്രമല്ല, നമുക്കിതിനെ ഭരണഘടനാപരമായി കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടും ഇനി ഈ ഒരു ടോപ്പിക്കിനെ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സൈലത്തിൻ്റെ LDC അതുപോലെ തന്നെ LP UP ബാച്ചുകളിലൂടെയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ അത് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കുക. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചുകളിലേക്കൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഇങ്ങനെയൊരു കാര്യം ഉദ്ദേശിക്കുന്നത് നമ്മളെ എന്താണ്, നമ്മുടെ ടർബോ 12 എന്ന് പറയുന്ന ഒരു സീരീസുമായി ബന്ധപ്പെട്ടാണ്. ആ സീരീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് ലഭിക്കുന്നുണ്ട്. ഓൾ കേരളയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് പുതിയ ബാച്ചിലേക്കൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പം ആദ്യത്തെ 1 മുതൽ 15 വരെ റാങ്ക് വരുന്ന ആളുകൾക്ക് എന്താണ് 100% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ പുതിയ LDC LP ബാച്ചുകളൊക്കെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ 6 മുതൽ 10 വരെയുള്ള ആളുകൾക്കാണ് 50% എന്ത് കിട്ടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്നത്. ദെൻ 11 മുതൽ 15 വരെ റാങ്ക് കിട്ടിയാൽ അവിടെയും നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ഉണ്ട്. മാത്രമല്ല 16 to 20 റാങ്ക് ആണെങ്കിൽ 20%-ഓളം നിങ്ങൾക്ക് എന്തുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട് ഉണ്ട്. മാത്രമല്ല സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും 10% അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും 10% സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം പുതിയ ബാച്ചുകൾ നമ്മൾ സൈലത്തിൽ ആഡ് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. LP UP ബാച്ച് തുടങ്ങുന്നുണ്ട് അല്ലേ, ജൂൺ 10 LP UP ബാച്ചും LDC ബാച്ചും ജൂൺ 17 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ നേരത്തെ തന്നെ നമ്മളെ കൂടെ ചേർന്നോ, ഒരു സംശയം വേണ്ട. ഈ രീതിയിൽ NCERT SCERT ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നോക്കിക്കൊണ്ട് മനസ്സിലാക്കുന്ന രീതിയിലും കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടുള്ള രീതിയിലൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സംശയം വേണ്ട, ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ നിന്നൊന്നും പോവാതെ നിങ്ങൾക്കെല്ലാം സെറ്റാക്കി തരാൻ നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം കൂടുതലൊന്നും പറയാനില്ല, നേരെ നിങ്ങൾ ക്ലാസ്സിലേക്ക് വരിക. അവിടെ വെച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്